സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഇന്നത്തെ സൂം മീറ്റിങ്ങിനെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നതിനായി സ്തോത്രം സ്തോത്രം കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ചെയ്യുവാൻ കർത്താവെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തിയതിനാൽ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ദാസിയെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ വേല ചെയ്യുവാൻ കർത്താവെ. ഹല്ലേലൂയ. അനേകം വേദികളെ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അപ്പാ ഇന്നത്തെ കർത്താവെ, കർത്താവിന്റെ ദാസൻ കർത്താവെ അനിൽ ബേബി പാസ്റ്ററിന് വേണ്ടി കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു, ദാസിയെ ഏൽപ്പിക്കുന്നു, തലമുറകളെ ഏൽപ്പിക്കുന്നു കർത്താവെ. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണമേ. ശുശ്രൂഷയിലൊക്കെ കർത്താവെ ആയിരിക്കുന്നല്ലോ കർത്താവെ. 40 ദിവസത്തെ കർത്താവെ ഫാസ്റ്റിംഗ് പ്രേയറിലായിരിക്കുന്നല്ലോ കർത്താവെ. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളിലും ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിലായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടശത്രു കാണാതെ മറച്ചുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ വിഷയങ്ങളിലും ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാക്കണമേ കർത്താവെ. മീറ്റിങ്ങിന് ആവശ്യമായ എല്ലാ നന്മകളെയും കർത്താവ് ഒരുക്കി കൊടുക്കണമേ. ഒന്നിനും മുട്ടില്ലാതെ ദൈവം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നപ്പ, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അനിൽ ജോർജ് പ്രാസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഇത്രയും ദിവസങ്ങൾ കർത്താവെ ലീഡ് ചെയ്യുവാനെല്ലാം കർത്താവെ ദാസനെ ബലപ്പെടുത്തി കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട വചന ശുശ്രൂഷകളൊക്കെ തരുവാൻ, അനേകർക്ക് വിടുതലാവാൻ ദൈവം ഇടയാക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മകനെ കർത്താവ് അനുഗ്രഹിക്കണമേ. കുടുംബത്തെ, തലമുറകളെല്ലാം കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ നന്മകളെല്ലാം കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏലിയാവിനെ കാക്കയെ വെച്ച് പോഷിപ്പിച്ച ദൈവമാണല്ലോ കർത്താവെ. മകന് ഒരു കുറവുമില്ലാതെ കർത്താവ് ഈ ദിവസങ്ങൾ നടത്തണ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവ്. ഇനിയും ഈ സൂമിൽ കർത്താവ് ദൈവദാസന്മാരായി ദാസിമാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അവരെ കർത്താവെ ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. അതിരുകളെ വിസ്താരമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഈ സൂമിനെ കർത്താവെ വിസ്താരമാക്കണമേ കർത്താവെ. അനേകം ആത്മാക്കൾ കടന്നു വന്ന് കർത്താവെ ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണമായി കർത്താവ് ഇടയാക്കണം. രക്ഷിക്കപ്പെടാത്ത മക്കൾ കടന്നു വരുവാൻ കർത്താവെ, വചനം കേട്ട് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തകർന്നു കിടക്കുന്ന കർത്താവെ കുടുംബങ്ങൾ വന്ന് പണിയപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണം കർത്താവെ. മാനസികമായ പ്രയാസത്തിൽ കൂടെ പോകുന്ന കുടുംബങ്ങൾ കർത്താവെ വന്ന് മാനസികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം വിടുതലെടുക്കുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് ഇടയാക്കണം. അനേകർക്ക് കർത്താവെ ഈ സൂം മീറ്റിംഗ് ഒരു ആശ്വാസമാകുവാൻ, ദൈവദാസനും കുടുംബവും ഒരു ആശ്വാസമാകുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ മീറ്റിംഗിൽ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കുടുംബങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ദിവസങ്ങൾ കർത്താവരുടെ പ്രാർത്ഥന വിഷയങ്ങളിലെല്ലാം ദൈവം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം കൂടെ ഇരിക്കണം കർത്താവ്. ഏതൊരു ദുഷ്ടശത്രുവും കുടുംബത്തിൽ ഓരോ പോരാട്ടങ്ങളും കൊണ്ടിടുവാൻ ദൈവം അനുവദിക്കാതെ വണ്ണം കർത്താവിന്റെ കരം ഓരോ കുടുംബത്തോട് കൂടെ ഇരിക്കണം. ശത്രുവിന്റെ പോരാട്ടങ്ങളെ എല്ലാം തകർത്ത് ജയമെടുക്കുവാനുള്ള അഭിഷേകം, അധികാരം ഇപ്പോൾ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പാമ്പുകളെയും തേൽക്കളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തന്ന ദൈവമേ, അധികാരത്തോടെ കർത്താവ് ശത്രുവിനെ കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ഓരോ കുടുംബങ്ങളും ജയമെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്നത്തെ വചന ശുശ്രൂഷ കർത്താവെ, ദാസിയെ കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസിയെ അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. വചനത്തിന്റെ ആഴങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട മർമ്മങ്ങൾ വെളിപ്പെട്ടു വരുവാൻ കർത്താവെ, അനേകർക്ക് എല്ലാവർക്കും അവരവർക്കുള്ള കർത്താവെ ദൂതുകൾ വെളിപ്പെടുവാൻ, അവരവർ ഏറ്റെടുക്കുവാൻ കർത്താവെ, വിടുതൽ പ്രാപിപ്പാൻ ഇന്ന് കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് ഈ മീറ്റിങ്ങിന് കർത്താവ് വന്നത് അനുഗ്രഹമായിരുന്നെന്ന് പറയുവാൻ തക്കവണ്ണമായി കർത്താവ് ഇടയാക്കണം. അഭിഷേകം പ്രാപിക്കാത്തവർ അഭിഷേകം പ്രാപിപ്പാൻ, പുതിയ ഭാഷകൾ സംസാരിപ്പാൻ എല്ലാം കർത്താവ് ഇടയാക്കണം. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്ത് സകല വിഷയങ്ങൾ രോഗികളായി കർത്താവെ കണ്ണുനീരിന്റെ അവസ്ഥയിൽ ആരെങ്കിലും കടന്നു വന്നിട്ടെങ്കിൽ അവരെല്ലാം ഇന്ന് വിടുവിക്കപ്പെടുവാൻ, കണ്ണുനീരിന്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനെ ജലാശയമാക്കി തീർക്കുന്ന, മുൻമഴയാൽ പിന്മഴയാൽ അത് അനുഗ്രഹപൂർണമാക്കുന്ന എന്റെ സ്വർഗത്തിലെ ദൈവത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കർത്താവിന്റെ കരത്തിൽ ഞങ്ങളെ, എന്നെയും എന്റെ കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ വിഷയങ്ങളിലെല്ലാം, പ്രാർത്ഥനാ വിഷയങ്ങളിലെല്ലാം ദൈവപ്രവൃത്തികൾ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കുടുംബമായി
ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവിന്റെ കരം കൂടെ ഇരിക്കണം. എല്ലാ വിഷയങ്ങളും ദൈവകരത്തിൽ തരുന്നു. പ്രാർത്ഥന കേൾക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയാ. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ ഞങ്ങളുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യാസമയത്തിനായി നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ, ഇന്ന് പകൽ മുഴുവൻ ഞങ്ങളെ കരുണയോടെ സൂക്ഷിച്ച ദൈവമേ, ജീവനും ഭക്തിക്കും വേണ്ടുന്നെല്ലാം എന്റെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന കർത്താവേ, ഈ സമയം വരെ ഞങ്ങളെ കർത്താവ് നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പാ, വീണ്ടും തിരുസന്നിധി ദൈവമേ, ഞങ്ങൾക്ക് കർത്താവേ, രാജ്യത്തിന്റെ ദേശത്തിന്റെ വിവിധ ഇടങ്ങളായിരിക്കുന്ന ഞങ്ങളെ കർത്താവേ, ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവേ അപ്പ അപ്പന്റെ സന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പ ദൈവമേ, കർത്താവേ പാസ്റ്റനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവേ ദൈവസന്നിധിയിലായിരിക്കുമ്പോ കർത്താവേ ഈ ദിവസങ്ങളൊക്കെയും ദൈവമേ, ദൈവനാമത്തിനു വേണ്ടി ഓടുന്നത് നിൽക്കുന്നതെല്ലാം കർത്താവ് ഏറിയ പ്രതിഫലം കൊടുത്ത് സ്വർഗം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. കൂട്ടുദാസി അനുഗ്രഹിക്കണം, ശുശ്രൂഷയിലൊക്കെയും കൈത്താങ്ങായി നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കൃപയാലും കൃപാവരങ്ങളാലെല്ലാം എന്റെ സ്വർഗം നിറയ്ക്കണമേ. തലമുറകളെ അനുഗ്രഹിക്കണം. എല്ലാ ബാലാരിഷനും പാടുപെട്ട് എന്നെല്ലാം കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പാ, കുടുംബമായ ദേശത്ത് അനുഗ്രഹിക്കണം കർത്താവേ. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദിവസങ്ങളിൽ കർത്താവെ ജനത്തിന് നൽകുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യാത്രയിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം കരുതലും കൂടെ ഇരിക്കണം. അബദ്ധനർത്ഥങ്ങളൊന്നൊക്കെയും വിടുവിക്കണം. പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാ കർത്താവെ, രോഗക്കിടക്കെ സ്വർഗം ഇന്ന് രാത്രി കാലം മാറ്റി വിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണരാല് സൗഖ്യം കൊടുക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളെ ദൂരത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാദാ അതിവേഗത്തിൽ ഓടുന്ന അപ്പന്റെ വചനത്തിന്റെ ശക്തി കർത്താവെ പിതാവിന്റെ മേൽ വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അസാധാരണമായ ഒരു ദൈവിക വിടുതൽ കർത്താവ് ഇന്ന് രാത്രി കാലം സ്വർഗമേ ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം സ്വർഗം ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്രം. അനുപാസനായി പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഒഡീഷയുടെ ദേശത്ത് കർത്താവെ ശുശ്രൂഷയായി നിൽക്കുമ്പോൾ കർത്താവെ പ്രതികൂലങ്ങളുടെ മധ്യത്തിലായിരുന്നാലും ദൈവമേ, എത്രത്തോളം എന്റെ കർത്താവ് നടത്തിയ കൃതയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദർശനം വെളിപ്പാടെല്ലാം കൊടുത്ത് കർത്താവ് മാനിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ശുശ്രൂഷകൾ അവിടെ വർദ്ധിച്ചു വരുവാണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കൊടുത്തിരിക്കുന്ന സഭ, ആ സഭയിൽ എല്ലാ ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കണം. തലമുറകളെ സ്വർഗം മാനിക്കണം കർത്താവെ. പൗലോസ് ഓടിയതുപോലെ ദിവസങ്ങളോട്ട് ഓടുവാൻ തക്കവണ്ണം കാലുകളെ അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അസാധാരണമായ ഒരു ദൈവശക്തി നാളുകളിൽ പകരണമേ കർത്താവെ. ആത്മസാന്നിധ്യത്തിൽ ആത്മനിറവിൽ നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, രഹസ്യവും പരസ്യമായ എല്ലാം ദൈവസന്നിധി ദിവസങ്ങളിൽ നിലവിളിക്കുന്ന വിഷയങ്ങളെ നാദാ അവിടുന്ന് കേട്ട് മറുപടി അയച്ച് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന രാജ്യങ്ങളും ദേശങ്ങളൊക്കെയും കടന്നുപോയി അപ്പന്റെ വചനമായി നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വിശാലതയിലേക്ക് സ്വർഗം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. സ്തോത്ര. വചനമായി കടന്നു വന്ന ദേവദാസി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ആയിരിക്കുന്ന ദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ചെയ്തെടുക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ, കുടുംബമായി തലമുറയായി സ്വർഗം മാനിക്കണമേ കർത്താവെ. അപ്പാ, ദൈവിക ദർശനങ്ങളും വെളിപ്പാടുകളെല്ലാം കർത്താവ് കൊടുത്ത് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അപ്പാ, രാത്രി കാലം ദൈവസന്നിധി വചനമായി നിൽക്കുമ്പോൾ മാനുഷിക ശബ്ദമല്ല ദൈവശബ്ദം ഇന്ന് രാത്രി കാലം ഞങ്ങൾക്ക് കേൾക്കുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടുന്ന മന്ന ഇന്ന് രാത്രി കാലം ദൈവവചനത്തിലൂടെ സ്വർഗം ഞങ്ങൾക്ക് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങൾ ആ ദൈവ സാന്നിധ്യം ഒന്നുകൂടി ഞങ്ങളുടെ മൺകുടാരങ്ങൾ അനുഭവിപ്പാൻ കർത്താവെ ക്ഷീണിച്ചും തളർന്നും ഇരിക്കുന്ന കർത്താവെ. ഞങ്ങളെ കർത്താവ് വചനത്തിലൂടെ ബലപ്പെടുത്തി ഇന്ന് രാത്രി കാല ദർശനത്തോടെ മുൻപോട്ട് സ്വർഗം നയിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പ്രിയ സഹോദരി കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന ദൈവമേ, അനുഗ്രഹിക്കണം കർത്താവെ. നാവോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവിന്ന കർത്താവെ ശുശ്രൂഷയെ കർത്താവെ അവിടുന്ന് നിയന്ത്രിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കടന്നു വന്ന എല്ലാം കർത്താവെ മാതാപിതാക്കള് സഹോദരങ്ങള് എല്ലാം ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ ലുദിയായുടെ ഹൃദയം തുറന്ന പോലെ ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ ഹൃദയത്തെ സ്വർഗം തുറക്കണമേ കർത്താവെ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, യഹോവയുടെ വചനത്തെ കേൾക്കേണ്ടെന്ന വിശപ്പ് ഇന്ന് രാത്രി കാലം ഞങ്ങളുടെ മേലും ഞങ്ങളായിരിക്കുന്ന ദേശത്തിന്റെ മേലും വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പ
വചനം കേട്ട് അതനുസരിക്കുവാനുള്ള ദൈവിക കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. കേൾക്കുന്ന വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴുകി പോകാൻ ഇടവരാതെ വണ്ണം അത് ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാല ക്രൂശിലെ രക്തം കൊണ്ട് ഒന്നുകൂടി ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് വെണ്മയുള്ള പാനപാത്രമായി തിരുസന്നിധി ഞങ്ങളെ ഇരുത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രാത്രികാലം ദൈവമേ കർത്താവെ ആരാധിച്ച പ്രിയ മകളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. അപ്പാ സ്വർഗം അനുഗ്രഹിക്കണം. അനേക ദേശങ്ങളിൽ കടന്നുപോയി വർഷിപ്പുമായി നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഒരിക്കൽ കൂടി കൂട്ടായ്മ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നതിന്റെ പിന്നെ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവെ ദേവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശുശ്രൂഷകളെല്ലാം കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു വിശാലതയിലേക്ക് നടത്തുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ച സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥന യാചന രാത്രി കേട്ട് മറുപടി തന്നതിനായ സ്തോത്രം. സകലവന്റെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കർത്താവിന്റെ ദാസിമാരുള്ള വന്ദനത്തെ സ്നേഹത്തെ അറിയിക്കുകയാണ്. ലിറ്റിൽ സുരേഷ്, ജിഷ, ബിജോ പ്രാർത്ഥനയിൽ സഹായിച്ച അവർ രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പ്രൈസ് ദി ലോർഡ് അനുഗ്രഹിക്കപ്പെട്ട ആമേൻ പ്രൈസ് ദി ലോർഡ് രാത്രിയുടെ ഈ യാമത്തിൽ ദൈവം നമ്മളോട് തുറന്നുള്ള നിമിഷങ്ങളിൽ സംസാരിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി റഹബത്ത് ഇന്റർനാഷണൽ മിനിസ്ട്രിയുടെ ആമേ സ്തോത്രം നേതൃത്വത്തിൽ നടക്കുന്ന ഈ ചൊവ്വാഴ്ച ദിന രാത്രിയിലെ ഈ മീറ്റിംഗിലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വർഷിപ്പ് किया ऋतु पर्णा को एक और बार दिल से धन्यवाद दे रहा हूँ। प्रभु का दासी, हमारा भाषा तो मलयालम है, फिर भी आप बैठ रहा, प्रभु आपको बहुत ऐसे आशीष करे, क्योंकि इस मीटिंग में प्रभु का उपस्थिति है। पिछले दिनों में कई लोग इस मीटिंग में अटेंड किया, उनके जीवन में परमेश्वर अपना महिमा प्रकट किया, बहुत लोग छुटकारा भी प्रभु ने दिया. हमें कर्ताव ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യ വചന ശുശ്രൂഷിക്കാനെ കടന്നു വന്നിരിക്കുന്നത് ആശ പുന്നൂസ് കർത്താവിന്റെ ദാസിയാണ്. കർത്താവിന്റെ ദാസി ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് ശക്തമായി കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദേവദാസിയെ നമ്മുടെ മധ്യയെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കാൻ ഇടവരും. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീഡിയോകൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയും ആമേൻ ദേവദാസിക്ക് ശുശ്രൂഷയ്ക്ക് അത് അനുഗ്രഹമായിരിക്കും. വ്യക്തിപരമായ ദൈവിക ദൂതുകൾ അറിയിപ്പാൻ ആമേൻ അതൊരു മുഖാന്തരമായി തീരും. നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ആമേൻ പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ ഒരുമിച്ച് യോർദാനിൽ കാൽ വെച്ചപ്പോൾ യോർദാന്റെ വെള്ളത്തിൽ ഒഴുക്കുന്നെന്ന വചനം പറയുന്നു. ഇന്ന് രാത്രി ഒരുമിച്ച് ഒരുമയോടെ നമ്മൾ ദൈവവചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാൻ പോവുകയാണ്. ഒരിക്കൽ കൂടി ആമേൻ നമ്മുടെ അനുഗ്രഹ പാസ്റ്ററുടെ പിതാവിന് വേണ്ടി പ്രത്യേക നിങ്ങൾ പ്രാർത്ഥനയിൽ ആമേൻ ജാഗരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. സീരിയസ് ആയി അദ്ദേഹം ആമേൻ പ്രത്യേക പാലായിലായിരിക്കുന്നു, ഹോസ്പിറ്റലായിരിക്കുന്നു. നിങ്ങൾ ഓർക്കുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിന് വിടുതലായി കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ജോയിൻ ചെയ്തിരിക്കുന്ന ഒരിക്കൽ കൂടി എല്ലാവരെയും ഓമന നാരായണ ലീലാമ സിസ്റ്റർ, ആമേൻ ഉഷ സിസ്റ്റർ, എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. സുസന അലക്സാണ്ടർ, ആമേൻ കാണുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഐ ഇൻവൈറ്റ് ആശ പുന്നൂസ് കർത്താവ് ദാസിയെ നമ്മുടെ മീറ്റിംഗിൽ തുടർന്നുള്ള ശുശ്രൂഷകൾക്കായി സ്വാഗതം ചെയ്യുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് ദൈവദാസിയെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വിശുദ്ധ രാത്രികാലം ഹല്ലേലൂയ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മീറ്റിംഗിലേക്ക് കടന്നു വരുവാൻ തക്കോണം ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രാവിലെയാണ് ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷിക്ത ദാസൻ ആന്റി ബേബി പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആന്റി വേഗം വരണമെന്ന് പറഞ്ഞ് വിളിച്ചത്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും കോടാകോടി സ്തോത്രം. പ്രത്യേകം ഞാൻ ഏറെ സ്നേഹിക്കുന്ന അനിൽ ജോർജ് പാസ്റ്റർ, ആമേൻ അതുപോലെ തന്നെ അനി ബേബി പാസ്റ്റർ, എല്ലാവരും നന്ദി ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടും എന്നെ ഏറെ സ്നേഹിക്കുന്ന സുല്യാൻഡി, ആമേൻ സുല്യാൻഡി സിംഗപ്പൂരിന്റെ പ്രദേശത്തു നിന്നാണ് മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ആമേൻ സ്തോത്രം. ആന്റിയൊക്കെ ഓർത്ത് ഹല്ലേലൂയ ഈ രാത്രികാലം എല്ലാവർക്കുള്ള സ്നേഹബന്ധനം അറിയിച്ചു കൊള്ളുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ഞാൻ 21 days ഫാസ്റ്റിംഗിലായിരിക്കുക. ഫുള്ളായിട്ടാണ്. ഇന്ന് 8ാമത്തെ ദിവസമാണ്. ദൈവം ഇവിടെ വരെ കൊണ്ടുവന്നു. ആമേൻ സ്തോത്രം. നമുക്ക് അത്രേ പറയാനുള്ളല്ലോ. ആമേൻ സ്തോത്രം. ഇവിടെ വരെ ദൈവം നമ്മളെ കൊണ്ടുവന്ന് നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാ. നടന്നതല്ല, ദൈവം നമ്മളെ നടത്തിയതാ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവം ഒരു ദിവസം കൊണ്ട് നമുക്ക് ആയുസ് വാരിക്കൂ തന്നു. ഈ രാത്രികാലം കാണുവാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നതുകൊണ്ട് നമ്മളെല്ലാവരും ഈ രാത്രി ഈ മീറ്റിംഗിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കാനും എല്ലാം ദൈവം നമുക്ക് ഭാഗ്യം തന്നു. വൃത്തിയാൽ പാട്ടൊക്കെ പാടി ആരാധിച്ച ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദാസി നല്ലവണ്ണം ആമേൻ ആരാധിക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചു. നമുക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ലെങ്കിലും ആമേൻ സ്തോത്രം. എന്റെ കാര്യം നോക്കണേ, എനിക്കൊന്നും അറിയത്തില്ല. എന്റെ കാര്യം കേൾക്കാമെങ്കിൽ നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും.
കാരണം ഹിന്ദി പരീക്ഷയ്ക്ക് എനിക്ക് 1.5 2 അല്ലാതെ ഒരിക്കലും എനിക്ക് മാർക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഹിന്ദിയുടെ ഇതുള്ള ഒരു ഇതിലും ഞാൻ കേറത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു വിഷയമായിരുന്നു ഹിന്ദി. കാരണം ഞാൻ എങ്ങനെയാണെന്നറിയോ, 8ലും 9ലും 10ലും ഒക്കെ പഠിക്കുമ്പോഴത്തേന് ഞാൻ ജയിച്ചത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നിങ്ങളിരുന്ന് ചിരിക്കും. ഞാൻ വി ഗൈഡ് വാങ്ങിച്ചിട്ട് അതിനകത്ത് നോക്കിയിട്ട് ആ ഹിന്ദി വാക്കിന്റെ മേളിലെല്ലാം മലയാളം എഴുതി വെക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ ആ മലയാളം വായിച്ചാണ് ഹിന്ദി പഠിച്ചത്. അങ്ങനെയാണ് ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുന്നത്. ഞാൻ പോകുമ്പോൾ തൊട്ടേ പറയുമായിരുന്നു, എന്റെ ദൈവം എന്നെ എങ്ങനെയും ഹിന്ദി പരീക്ഷയ്ക്കൊന്ന് ജയിപ്പിക്കണേ. ഏതായാലും ദൈവം എന്റെ പ്രാർത്ഥന കേട്ട് 10ാം ക്ലാസ് ഒക്കെ ഹിന്ദി പരീക്ഷയ്ക്ക് പാസ്സാകാനൊക്കെ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അത് കാരണം എനിക്ക് ഹിന്ദിയിൽ ഒന്നും പറയാനൊന്നും അറിയത്തില്ല. അതുകൊണ്ട് കേട്ടിരിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ, കേട്ടാലും ഒന്നും അറിയത്തില്ല. ആമേൻ, സ്തോത്രം. പലപ്പോഴും ഞാൻ അനിൽ ജോർജ് പാസ്റ്ററുമായിട്ട് ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വി ഗൈഡ് വെച്ചായിരുന്നു ഞാൻ ഹിന്ദി പഠിച്ച വ്യക്തിയാ. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് കാരണം ഇങ്ങനെ മലയാളം മാത്രമേ അറിയത്തുള്ളൂ. ആ വാക്കിന്റെ എല്ലാം മലയാളത്തിന്റെ ആവാം. ഈ വി ഗൈഡിനകത്ത് ആ മലയാളം കൂടെ ഹിന്ദി വാക്കിന്റെ മലയാളം വാക്കും കൂടെ എഴുതിക്കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോയതാ. അത് ദൈവം തന്ന കൃപയെന്നല്ലാതെ ഒന്നും പറയാനില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചേക്കുന്ന വചനമൊക്കെ നമുക്ക് ശക്തമായിട്ട് ഹല്ലേലൂയ നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരോടും സംസാരിക്കും. ആമേൻ, സ്തോത്രം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മളെ ആരും ഉപേക്ഷിക്കത്തില്ല. വചനത്തിൽ പറഞ്ഞ പോലെ ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തില്ല. ഈ ലോകം മുഴുവൻ നമ്മളെ തള്ളിക്കോട്ടെ, ഈ ലോകത്തുള്ള ജനമെല്ലാം നമ്മളെ ഉപേക്ഷിച്ചോട്ടെ, എന്നാൽ ഹല്ലേലൂയ ഈ ലോകത്തെ ജയിച്ചവൻ, ആമേൻ. എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ രാത്രി. ഈ ലോകത്തെ ജയിച്ചവൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആരെയാ വേണ്ടത്? നമ്മുടെ ദൈവം മാത്രം മതി. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദിവസമെങ്കിലും നമുക്ക് ആമേൻ ഹല്ലേലൂയ ഒരാളോട് സുവിശേഷം പറയുവാൻ ഭാഗ്യം കിട്ടിയാൽ അത് വലിയൊരു മഹത്വമായിട്ട് നമുക്ക് കരുതണം. ആമേൻ. ഇന്ന് ഞങ്ങളുടെ മോഡ് കോളേജിൽ നിന്ന് 2nd ഇയർ പഠിക്കുന്ന ഒരു പ്രിയ പൈതൽ ഇവിടെ കടന്നു വന്നു. ആമേൻ. മർത്തോമ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുഞ്ഞാണ്. ഞാൻ ആ മോനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു. കുറെ സുവിശേഷവും സ്നാനത്തിനെ പറ്റി എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ആന്റി എന്റെ ഈ ബൈബിൾ ഇല്ല ആന്റി. എന്റെ കൂട്ടുകാരൻ വന്നിട്ട് ഒരു ബൈബിൾ അങ്ങ് വാങ്ങിച്ചുകൊണ്ട് പോയി, പിന്നെ എനിക്ക് ആ ബൈബിൾ തന്നില്ല. ഞാൻ അന്നേരം തന്നെ ആ മോൻ ഇവിടുന്ന് ഒരു ബൈബിൾ എടുത്തു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോനെ രാവിലെയും വൈകിട്ട് മോനെ ബൈബിൾ വായിക്കണം. ഇത് ബൈബിൾ വായിക്കാനാണെങ്കിൽ ഈ പുസ്തകം കൊണ്ടുപോയാൽ മതി, അല്ലെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. ആ ബൈബിൾ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, മോനെ കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോഴും ബൈബിള് വായിക്കണം. വചനമെന്ന് പറയുന്നത് വെറുതെയല്ല. ആമേൻ. വചനത്തിന്റെ ശക്തി. ആമേൻ, സ്തോത്രം. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി, യേശുവിന്റെ വചനത്തിന്റെ ശക്തി. ആമേൻ, സ്തോത്രം. നമ്മളൊന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ ഓരോ പ്രാർത്ഥന ആവശ്യങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ആ യേശുവിന്റെ രക്തത്താലും ആ വചനത്താലും ഒന്ന് ജയം ഏറ്റെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്നൊന്നില്ലാത്ത ഒരു പ്രത്യേക ആനന്ദത്തിൽ കൂടെ, ഒരു പ്രത്യേക സന്തോഷത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഒത്തിരി ഭാരത്തിൽ കൂടെ, പ്രയാസത്തിൽ കൂടെ, വേദനയിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോവാ. പലപ്പോഴും നമുക്ക് ഒരുപാട് മാനസിക സംഘർഷത്തിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ദൈവം നമ്മളോട് ഹല്ലേലൂയ ഒരു വചനം സംസാരിച്ചാൽ മതി. ആമേൻ. ഇന്നീ പകൽക്കാല അല്ലെങ്കിൽ ഈ സന്ധ്യാസമയത്ത് ആ കുഞ്ഞിനോട് പറഞ്ഞതുപോലെ കാദേശ് മരുഭൂമിനെ നടക്കുന്ന സ്വർഗീയ ശബ്ദം, മാൻപേടകളെ പ്രസംഗിമാറാക്കുന്ന സ്വർഗീയ ശബ്ദം, വനത്തിന്റെ തോളിരിക്കുന്ന സ്വർഗീയ ശബ്ദം, പെരുവെള്ളത്തിന്റെ ആമേൻ ഇരച്ചിപ്പോൾ ഒരു സ്വർഗീയ ശബ്ദം കേൾക്കാൻ ആമേൻ ഈ രാത്രി നമ്മളെ ദൈവം സഹായിക്കട്ടെ. നമുക്ക് വേണമെങ്കിൽ ആമേൻ, സ്തോത്രം, ഈ 8 മണി തൊട്ട് 10 മണി വരെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടപെടാമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിക്കാമായിരുന്നു, അല്ലെ കുറച്ച് സമയം വചനം വായിച്ചിട്ട് നമുക്ക് പോയി ഒന്ന് വിശ്രമിക്കാമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കൂട്ടുകാരികളോട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫോൺ ചെയ്യാമായിരുന്നു. അങ്ങനെയൊക്കെ എന്റർടൈൻ ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഗ്ലോറി ആമേൻ, സ്തോത്രം, നമ്മൾ എവിടെയാ വന്ന് ഇരിക്കുന്നത്? നമ്മൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാ. ആ സന്നിധിയോളം ഒരു സന്തോഷവും ഈ ഭൂമിയിൽ ഒരിടത്തും കിട്ടത്തില്ല. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും കാണാമല്ലേ, വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ചിലപ്പോൾ നമ്മൾ ജോലി വല്ലതും ചെയ്താലും ആമേൻ ഓൺ ചെയ്താൽ നമ്മൾ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ പെടയ്ക്കുക. ആമേൻ. നമ്മുടെ ഹൃദയം വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് വികസിക്കുക. ആമേൻ. ചിലപ്പോൾ നമ്മൾ ആമേൻ വലിയ ഒരു ഭാരത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോഴായിരിക്കും ആ ദൈവദാസന് ഒരു വചനം പറഞ്ഞ് ആ വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ ഒന്ന് തണുപ്പിക്കുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. എന്നോട് ദൈവാത്മാവ് ഇടപെട്ട വചനം ഹോശയ്യ അല്ലൊന്നെടുത്ത് വായിക്കണേ. ഹോശയ്യയുടെ പ്രവചനം 2-ാം അധ്യായം 2:14. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ തന്നെ വായിക്കാം. യഹോവയുടെ അരുളപ്പാട്
യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായ ആഗോർ താഴ്വരകളെയും കൊടുക്കും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മളെ ആരാ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്നത്? ഒരു ചൂടേറിയ മരുഭൂമി. ചൂടേറിയ മരുഭൂമി എന്ന് പറയുമ്പോൾ എന്തുവാ? അവിടെ വെള്ളമില്ല, അല്ലെ ഒരു പച്ചപ്പില്ല, ഒരു തണുപ്പില്ല, ഒന്നുമില്ല. ചൂടേറിയ മരുഭൂമി. എത്രയോ പ്രാവശ്യം പ്രിയ ദൈവമക്കളെ നമ്മൾ മരുഭൂമി കൂടെ നമ്മൾ കടന്നുപോയി. കർത്താവെ, ഈ മരുഭൂമി നമ്മൾ എങ്ങനെ അപ്പുറം കടക്കുമെന്നോർത്ത് ഭാരപ്പെട്ട അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ഹല്ലേലൂയ. പലപ്പോഴും പല തിക്ത അനുഭവങ്ങൾ നമ്മുടെ സ്വന്തം സഹോദരങ്ങളിൽ നിന്ന്, പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നവരിൽ നിന്ന്, നമ്മുടെ ചാർച്ചക്കാരിൽ നിന്ന്, നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ നമ്മൾ ഓരോ മരുഭൂമിയുടെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയപ്പോഴൊക്കെ നമ്മൾ ഓർത്തില്ലേ, കർത്താവെ, ഞാൻ ഇവിടെ കൊണ്ട് തീർന്നോ, ഞാൻ ഇവിടെ കൊണ്ട് അവസാനിച്ചോ, എന്റെ ബന്ധുക്കൾക്കോ എന്റെ ചാർച്ചക്കാർക്കോ ഒന്നുമില്ലാത്ത ഒരു അനുഭവമാണോ എന്റെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച സമയത്തും ആമേൻ, ഹല്ലേലൂയ, ആ ചൂടേറിയ മരുഭൂമി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞ, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവം. ആമേൻ. മരുഭൂമി എന്ന് പറഞ്ഞത് എന്തുവാ? ഹല്ലേലൂയ. ഒരു വലിയ പരീക്ഷ കാലഘട്ടമാകട്ടോ, ഒരു പരീക്ഷയുടെ കാലഘട്ടത്തിൽ കൂടിയാ നമ്മൾ കടന്നു പോകുന്നത്. ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന സമയം, ദൈവം നമ്മളെ ശോധന ചെയ്ത് പുറത്തു കൊണ്ടുവരുന്ന സമയം. ആമേൻ. ഒരു മരുഭൂമി കൊണ്ട് നിർത്തിയാൽ ദൈവം നമ്മളെ പരീക്ഷിക്കുക. ഈ ടെസ്റ്റ് നമ്മൾ പാസ്സാകുമോ? ഹല്ലേലൂയ. ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ 10 പേരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ 2 പേരെ മാത്രമേ ഉള്ളായിരിക്കും ആ ഓഫീസിന് ആവശ്യം. എന്നാൽ ഹല്ലേലൂയ, എത്രയോ ലക്ഷങ്ങളാണ് ആ ഇന്റർവ്യൂലേക്ക് കടന്നു വരുന്നത്. ആമേൻ. എന്നാൽ 2 പേർക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വിളി. ആമേൻ. ഈ ദിവസങ്ങളിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ വിളിയും നമ്മൾ അധികം ഉറപ്പാക്കണം. ഹല്ലേലൂയ. ഞാൻ അവിടെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവം. പ്രത്യാശയുടെ താഴ്വരയായ ആഗോർ താഴ്വരകളെ, മുന്തിരി തോട്ടങ്ങളെ ഞാൻ അവർക്ക് ദാനമായി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം ഈ രാത്രി നമ്മുടെ മധ്യത്തിലുണ്ട് കേട്ടോ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ നമ്മളോട് സംസാരിക്കുന്ന ദൈവം. നമ്മളിപ്പോ 10 മിനിറ്റ് പോയി നമ്മുടെ ഹല്ലേലൂയ ഏറ്റവും സ്നേഹിക്കുന്നവരുടെ അടുത്ത് പോലും പോയി നമ്മളൊന്ന് സംസാരിച്ചു. പക്ഷെ അതിനകത്തുനിന്ന് നമുക്ക് ആമേൻ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വരും. ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പോലും ഹല്ലേലൂയ നമ്മൾ അറിയാതെ അവിടുന്ന് തന്നെ നമ്മൾ എഴുന്നേക്കും. എന്നാൽ ഹല്ലേലൂയ ഈ ദൈവവചനത്തിന്റെ മുമ്പിലും ഈ ഹല്ലേലൂയ ഈ വചന കേൾവിയുടെ മുമ്പിലും മണിക്കൂറുകൾ ഇരുന്നാലും ആമേൻ, സ്തോത്രം, ആമേ, കേൾക്കുന്നതിന് ആമേ, ഉത്തമഗീതത്തിൽ പറയുന്ന പോലെ മുന്തിരിയടതെന്ന് ഞാൻ നിന്നെ ശക്തീകരിക്കും. ആമേ, നാരങ്ങാതെന്ന് ഞാൻ നിന്നെ തണുപ്പിക്കും. ഓരോ വചനങ്ങൾ കേൾക്കുമ്പോഴും നമ്മളെ തണുപ്പിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ കാലങ്ങൾ നമ്മളൊന്ന് ഓർത്തു നോക്കിക്കേ. എത്രയോ വേദനകള്, എത്രയോ കണ്ണുനീരുകള്. കർത്താവേ, ഈ ഒരു അവസ്ഥ ഞാൻ എങ്ങനെ കടന്നു പോകുമെന്ന് നമ്മൾ തരണം ചെയ്യുമെന്ന് പോലും നമ്മൾ നമ്മളെ തന്നെ ശോധന സമയത്ത് പലപ്പോഴും നമുക്ക് നമ്മുടെ ഹൃദയ അന്തർഭാഗം വേദന കൊണ്ട് നീറിയ അവസ്ഥയില്ലേ? ഒരു മനുഷ്യനോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഷെയർ ചെയ്താൽ മറ്റുള്ളവരോട് പറയുമോ എന്ന് പോലും നമ്മൾ ഭയം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങൾ വന്നിട്ടില്ലേ? പ്രിയ ദൈവത്തിന്റെ അഭിഷക്ത ദാസനെ അനിൽ ജോർജ് പാസ്റ്ററുടെ ദൈവാത്മാവ് ശക്തമായി ഇടപെടുക. കഴിഞ്ഞ കാലങ്ങളിൽ ചില വേദനകള്, കഴിഞ്ഞ കാലങ്ങളിൽ ചില ശോധനകള്, കഴിഞ്ഞ കാലങ്ങളിൽ ചില പരീക്ഷയുടെ കാലഘട്ടത്തിൽ കൂടെ കടന്നുപോയി. ആമേൻ, സ്തോത്രം. കർത്താവേ, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? ഹല്ലേലൂയ. ഞാൻ ഈ പരീക്ഷ, ആമേൻ, ഈ പരീക്ഷാ കാലഘട്ടം ഞാൻ എങ്ങനെ തരണം ചെയ്ത് അക്കരെ കടക്കുമെന്ന് ദൈവദാസനെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. പലപ്പോഴും ദൈവത്തോട് ചോദിച്ചപ്പോൾ അവിടെയെല്ലാം ദൈവത്തിന്റെ കരം താങ്ങിയില്ലെന്ന് ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുക. യാക്കോബിന്റെ വല്ലവന്റെ ഭുജബലത്തിൽ വിടുതലുണ്ട് കേട്ടോ. ഈ രാത്രി ആമേൻ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ, കരയുന്ന ചില വിഷയങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം ഈ നാളിൽ അയക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുക. എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനെ ശക്തമായി ഇടപെടുക. ഈ ദിവസങ്ങൾ ഒരു യാത്രയ്ക്കായി ഒരുങ്ങിക്കോ. ആമേൻ, സ്തോത്രം, ആമേൻ. ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത ആമേൻ ചില രാജ്യത്തേക്ക് ഹല്ലേലൂയ ദൈവദാസനെ ദൈവം അയക്കാൻ പോവാ. ഗ്ലോറി. അവിടെ ചെന്നാൽ ഞാൻ എങ്ങനെയായി തീരും? ഉന്നതന്മാരോടുകൂടി പന്തിയിൽ ഭോജനത്തിൽ ഇരിക്കുന്ന അവസ്ഥ. തീമോത്തിയോസ് പറഞ്ഞതുപോലെ, എന്റെ മകനെ തീമോത്തിയോസേ, പൗലോസ് പറഞ്ഞതുപോലെ, സോറി, ആമേൻ, ഞാൻ പാനീയയാഗമായി ഒഴിക്കപ്പെട്ടു
ഗ്ലോറി ജീവബാബ ദുബൽവൈഡ പൗലോസ് അനുഭവിച്ച കഷ്ടതകൾ ആമേൻ ജീവിതത്തിന്റെ ആമേൻ ആനനി ആയിരിക്കുന്ന മണ്ഡലത്തിൽ അനുഭവിച്ച കഷ്ടതകൾ അനുഭവിച്ച വേദനകൾക്ക് കയ്യിൽ കടക്കമില്ല. ഒരുപാട് കണ്ണുനീരുകൾ, ഒരുപാട് കഷ്ടതകൾ, ഒരുപാട് വേദനയുടെ പീരുകളിൽ കൂടി കടന്നു പോവുക. ആമേൻ. എന്നാൽ അവിടെയെല്ലാം താങ്ങി നടത്തിയ ഒരു പൊൻകരമില്ല എന്ന് ദൈവാത്മാ വിട്ടുപെടുക കേട്ടോ. ആനന്ദിയെ ശക്തമായി പ്രാർത്ഥിച്ചോ. ഈ 2024 ചില വിദേശ രാജ്യങ്ങളിലേക്ക് ആമേൻ സ്തോത്രം ആമേൻ 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 ഹല്ലേലൂയ പലർക്കും ചെന്നുപറ്റാൻ പറ്റാത്ത സ്ഥാനത്ത് കുടുംബത്തിൽ ഹല്ലേലൂയ ജോർജ് പാസ്റ്ററെ ഹല്ലേലൂയ ദാസന്റെ കുടുംബത്തിൽ അനേക മാന്യതയുള്ള വ്യക്തികളുണ്ട്. എന്നാൽ അവരെയെല്ലാം ആമേൻ സ്തോത്രം ഈശായുടെ പത്രപുത്രന്മാരെ തള്ളിയിട്ട് ദാവീദിന്റെ മേൽ പകർന്ന അഭിഷേകതയുടെ പകർന്നതുപോലെ ഈ രാത്രി ഒരു വലിയ അഭിഷേകത്തിന്റെ ശക്തി തന്റെ ദാസന്റെ മേൽ ഇറങ്ങാണെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇഷ്ടപ്പെടുക. ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവൻപോട് ജീവനബാബ വീണ്ടും വീണ്ടും ദൈവാത്മാവ് ഇഷ്ടപ്പെടുന്നു. ഒരു യാത്രയ്ക്കായി ഒരുങ്ങിക്കോ. ആമേൻ ഗ്ലോറി. ദൈവത്തിന്റെ കരമുണ്ട് കേട്ടോ, താങ്ങുന്ന ഭുജമുണ്ട് കേട്ടോ. ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവത്തിന്റെ പ്രാർത്ഥിച്ച് ഏറ്റെടുത്തോ. ഒരു വലിയ ദൈവ മഹത്വം ആമേ കുടുംബത്തിനകത്ത് ഇറങ്ങാൻ പോവാ. ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവലവൈഡ. നമുക്ക് വചനത്തിലേക്ക് ഒന്ന് കടന്നു പോകാം. ആമേ. പക്ഷേ ആ പ്രവചനത്തിലൂടെ ദൈവം പറയുന്നെന്തുവാ? ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവം. പ്രത്യാശയുടെ താഴ്വരയായ ആഗോർ താഴ്വരകളെ, മുന്തിരി തോട്ടങ്ങളെ ഞാൻ അവൾക്ക് ദാനമായി നൽകാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവം. ഈ ലോകത്തിൽ ഒത്തിരി മനുഷ്യരുണ്ടെന്നേ, പക്ഷെ അവരാരും ഇങ്ങനത്തെ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞിട്ടില്ല. നമുക്ക് പ്രത്യാശയുടെ വാക്ക് പറയുന്ന ഒരു ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവം ആരാ? സമുദ്രത്തിന് ആമേൻ ഹല്ലേലൂയ ആദരിട്ടവൻ. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. ആ ദൈവമായി ഈ രാത്രി നമ്മളോട് സംസാരിക്കുന്നത്. ജിഷാബിച്ചോ ഈ ദിവസങ്ങളിൽ മകളെ നീ കരയുന്ന ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ആമേൻ സ്തോത്രം. മടുത്തു പോകാതെ ഹല്ലേലൂയ ദൈവവചനം വ്യക്തമായി ഇടപെടുന്നു. ആമേൻ മത്തായിയുടെ പുസ്തകത്തിൽ ഇടപെടുക. ആമേൻ മടുത്തു പോകാതെ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ചോണം കേട്ടോ. ആമേൻ സ്തോത്രം. ഒട്ടും മടുത്തു പോകരുത്. ആമേൻ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരോട് നിലവിളിക്ക് വേഗത്തിൽ വന്ന് പ്രതിക്രിയ ചെയ്യുന്ന ദൈവം ഈ രാത്രി ദാസി നിന്റെ ജീവിതത്തിൽ ചില പ്രത്യേക ആമേൻ ചില പ്രത്യേക പ്രാർത്ഥനാ മണ്ഡലങ്ങള്, ചില പ്രത്യേക ദർശനങ്ങള്, ചില പ്രത്യേക ദൈവ ശബ്ദത്തിലേക്ക് ആമേൻ ഹല്ലേലൂയ ഒരു പടി കൂടി നിന്റെ ദൈവം ഉയർത്തുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി നിന്നോട് സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തോ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ അപ്പാ നീ എന്നെ ഒന്ന് പണിയണമേ, നിനക്ക് ബോധിച്ച പ്രകാരം നീ എന്നെ ഒന്ന് പണിയണമെന്ന് ദൈവസ്ഥയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഇതിനകത്ത് ആരൊക്കെ ആമേൻ ഹല്ലേലൂയ ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവൽവൈഡോ ഏൽപ്പിച്ചു കൊടുക്കാൻ ആരൊക്കെ തയ്യാറുണ്ടോ അവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങുക. ജിഷാബിച്ചോ നീ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. മോളെ നിന്റെ മേൽ ചില ദൈവപ്രവൃത്തി ഈ നാടുകളിൽ വെളിപ്പെടുത്താൻ പോവാ. ധൂപവൈഡ ജീവബൗഡ ദീപൽവൈഡം ദുബൽവൈഡം ജീവൽബൗഡം ധൂപലഭാവം ദീപൽബൗഡം ചില കെട്ടുകൾ പൊട്ടി മാറുക കൊട്ടോ. ചില ബമ്പരങ്ങൾ നിന്റെ ഭവനത്തിന്റെ ഉള്ളറയും ആമേൻ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റുക. ആർക്കും വേണ്ടാത്ത ഹല്ലേലൂയ ആർക്കും വേണ്ടാത്ത കഴുതക്കുട്ടിയെ എന്റെ ദൈവത്തിന് ആവശ്യമുണ്ടെങ്കിൽ ആമേൻ ഈ രാത്രികാലം നിന്റെ മേൽ നിൽക്കുന്ന ചില കെട്ടുകളെ എന്റെ സ്വർഗം പൊട്ടിച്ചു മാറ്റുവാന്ന് ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുന്നു. ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവൽവൈഡ ദുബൽവൈഡ ജീവൽവൈഡ സങ്കീർത്തനത്തിൽ കൂടെ തന്നെ വചനം കണക്ട് ചെയ്തു പോവുക. മാനീർത്തോടേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നവർ ദൈവമേ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. മോളെ നിനക്കുള്ള വചനമാ. ആ വചനം ഏറ്റെടുത്ത് മോനെ നീ പ്രാർത്ഥിച്ചോ. ദൈവം ചില പ്രവൃത്തി ആ കുടുംബത്തിനകത്ത് അയക്കാൻ പോവാ. ചില ഇടുക്കങ്ങള്, ചില ഞെരുക്കങ്ങള് ആമേ ദൈവം മാറ്റിയിട്ട് കൊണ്ടോ. ചില വിശാല വഴികളിലേക്ക് ദൈവം ആമേ നിന്റെ കുടുംബത്തെ ദൈവം നടത്തുമെന്ന് ദൈവാത്മാവ് ഇഷ്ടപ്പെടുന്നു. ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവൽവൈഡ രാത്രിയുടെ ആമകൾ എഴുന്നേറ്റ് കരയുന്ന ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ആരും കാണാതെ ആമേൻ ആമേൻ നെഞ്ചത്ത് കൈവച്ച് എനിക്കറിയത്തില്ല ദൈവം ചോദിക്കുക. ആര് ദൈവത്തോട് നീ ചോദിക്കുന്നില്ലേ? എന്റെ ഈ അവസ്ഥ ദൈവം കാണുന്നില്ലേ? എന്റെ ഭാരം ദൈവം അറിയുന്നില്ലേ? ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തിന് ഒരു മറുപടിയില്ല എന്ന് ഈ നാളിൽ മകളെ നീ ദൈവത്തോട് കരഞ്ഞ് ചോദിക്കുമ്പോൾ താമസമിന അതിന്റെ മറുപടിയുമായി ദൈവത്തിന്റെ ദൂതൻ കടന്നു വരുമെന്ന് ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുന്നു. ദാനിയേലിനോട് ആമേ 1-ാം ദിവസം തന്നെ ദാനിയേലിന്റെ പ്രാർത്ഥന സ്വർഗം കേട്ടതാ. ദൂതൻ കടന്നു വന്നാ കേട്ടോ. പാർസി പ്രഭുവിനെ തടഞ്ഞു വെച്ചെങ്കിൽ ഈ രാത്രികാലം ലിറ്റിൽ സുരേഷ് ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവനോട് ജീവനമാവും ദുബൽവൈഡോ ജീവനമൂട ഈ ദിവസങ്ങളിൽ നീ കരയുന്ന ചില വിഷയങ്ങള്, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്താമോ കേട്ടോ. ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് 1-ാം ദിവസം തന്നെ ദൂതൻ വന്നതാ കേട്ടോ. ഗ്ലോറി മറുപടിയുമായി ദൂതൻ വന്നതാ. പാർസി പ്രഭുവിന്റെ ആമെ തടഞ്ഞു വെച്ചു. ആമെ ഹാലനിയ മറുപടി കൊടുത്തില്ല. എന്നാൽ മീഖായേൽ ദൂതനെ അയച്ച് ആമെ പാർസി പ്രഭുവിനെ
വെട്ടിക്കളഞ്ഞ് മറുപടി കൊടുത്ത ദൈവം ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവപ്രവൃത്തി ദൈവോട് വെളിപ്പെടുത്താൻ പോവാ. ജീവമാവ ദീപൽമൈഡോ ദുബൽമൈഡോ ജിബൽമൈഡോ ദുബൽമൈഡോ ജിബൽമൗഡം ദുബലമാവം ദീപൽമൗഡം ദുബാബാബ ദീപാബാബ ദീപൽമൈഡ. മകളെ ദിവസങ്ങൾ നീ കരഞ്ഞോ, നീ പ്രാർത്ഥിച്ചോ, ചില കരയുന്ന വിഷയങ്ങൾ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോകട്ടോ. ഒരു ദർശനം ഹബക്കൂക്ക് പ്രവചനത്തിലേക്ക് ദൈവാത്മാവ് കണക്ട് ചെയ്ത് കൊണ്ടുപോവുക. ഒരു ദർശനം എഴുതി വയ്ക്കുക. അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. അത് ബന്ധപ്പെട്ട അതിന്റെ സമാപ്തിയിലേക്ക് ഓടുക കേട്ടോ. ദിവസങ്ങളെ നീ കരയുന്ന ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തി ആമേ ജീവമാവ ദീപൽമൈഡോ ദുബൽമൈഡോ ജിബൽമൗഡ ആമേ വിഷയങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ദൈവാത്മാവ് കൃത്യമായി സംസാരിക്കുക. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഈ മീറ്റിംഗിനകത്ത് ആമേൻ ഇരിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ എത്രയും ഡിവൈസുകളും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ വലിയ മഹത്വം ഇറങ്ങാൻ പോകട്ടോ. ഒരു ഗ്ലോറി ഇതിനകത്ത് ഇറങ്ങും. ദൈവ തേജസ്സുള്ള ഇതിനകത്ത് ജീവനങ്ങൾ ഇരിക്കുന്ന കേട്ടോ. പ്രത്യേക ദൈവത്തിന്റെ അഭിഷിക്ത ദാസനൊക്കെ 40 ഉപവാസത്തോടും പ്രാർത്ഥനയോടുമായിരിക്കുന്നു. ആമേൻ അതിന്റെ മധ്യത്തിൽ കേട്ടോ ദൈവത്തിന്റെ പ്രവൃത്തി ദിവസങ്ങൾ വെളിപ്പെടാക്കുക. ഹല്ലേലൂയ ആമേൻ സ്തോത്രം. പാട്ടുപാടിയ ആ ദാസിയോട് ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. അല്ല ജോർജ് മാസ്റ്റർ നിർത്തി പറയണോ ആ മോളോട്? പറയണോ? ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ജോർജ് മാസ്റ്ററെ ഈ ദാസിക്ക് വേണ്ടി ദൈവം ആലലിയ ദിവസങ്ങളിൽ ചില സ്റ്റേജുകൾ ഒരുക്കാൻ പോവാ. ചില സ്റ്റേജുകൾ ഇതുവരെ പാടിയിട്ടില്ലാത്ത അനേക ആലലിയ സ്റ്റേറ്റുകളിലേക്ക് കടന്നുപോയിട്ട് ചില സ്റ്റേജുകൾ ആമേ ദൈവസന്ധി ദൈവം ഒരുക്കാൻ പോവാ. परमेश्वर का दासी ऋतुपर्णा से परमेश्वर की आत्मा इसे बता रहा है आपके लिए प्रेसलो प्रभु कुछ मंच लोग स्थापित करने जा रहा है, स्टैब्लिश करने जा रहा है और विशेष करके अलग अलग स्टेट में प्रभु आपको मौका देगा। परमेश्वर की आत्मा ये बोल रहा है। ദാസി രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്തു. ആമേ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയതുപോലെ ചില ദൈവ പ്രവൃത്തി നിന്റെ കരത്തിൽ കൂടെ ദൈവം അല്ലെങ്കിൽ നീ ആയിരിക്കുന്ന ദേശത്ത് ദൈവം ചെയ്തെടുക്കാൻ പോവാ. हमें रात के वक्त प्रभु विशेष करके आप प्रार्थना में हमें समय बिताने से प्रभु हमें जिस प्रकार यूहन्ना सुसमाचार 2 अध्याय में प्रेसलो दाखरस को पानी को किस प्रकार दाखरस बना करके परमेश्वर अपना महिमा प्रकट किया, उस प्रकार अपना गांव में अपने आप जहां है उधरी भी परमेश्वर आपके द्वारा परमेश्वर का महिमा हमें प्रकट करेंगे। परमेश्वर की आप में बता ദാസിയോടുള്ള ദൈവവചനമാണ്. ആ കനാവിലെ കല്യാണത്തിന്റെ പച്ചവെള്ളത്തെ ദൈവം വീഞ്ഞാക്കിയ അവസ്ഥ. ഉറപ്പ് കിടന്ന പാത്രങ്ങളെല്ലാം ആമേ കഴുകി വൃത്തിയായി വേഗത്തിൽ അകത്ത് കടന്നു വന്നതുപോലെ ആമേ ഈ ദാസിയുടെ ഫോട്ടോ വെച്ച് ആമേ ചില ആമേൻ ഹല്ലേലൂയ എനിക്കറിയത്തില്ല ദൈവാത്മാവ് കാണിക്കുന്നു. ഇങ്ങനെ ഈ ഡിജിറ്റൽ ആമേ ഗ്ലോറി ആമേൻ സ്തോത്രം സ്റ്റേജുകളിൽ കയറിയിട്ട് അതിനകത്ത് ഈ ദാസിയുടെ ഫോട്ടോ വെച്ചിട്ട് ആമേ ദാസി ഇവിടുന്ന് പാട്ടുപാടും. അത് മുഴുവനും ഹല്ലേലൂയ ബൈക്കിൽ ആമേ സ്തോത്രം ഹല്ലേലൂയ ഡിജിറ്റൽ ആയിട്ട് പോകുന്ന പോലത്തെ ഒരു പ്രത്യേക കാഴ്ച ദൈവം കാണിക്കുക. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോ. ആ കുടുംബത്തിനകത്ത് ചില ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. परमेश्वर की आत्मा इसे बता रहा आपका घर के अंदर परमेश्वर एक बहुत बड़ा काम करने वाला है। उसके साथ साथ ये वचन के द्वारा परमेश्वर की आत्मा आपसे बातें कर रहा है। जिस प्रकार जो 6 मटके प्रेसलो में प्रेसलो बाहर पड़ा था प्रेसलो, लेकिन वो मटके के अंदर जो पानी पड़ा वो पानी दाखरस कर दिया परमेश्वर ने। प्रभु यीशु मसीह वो पानी को दाखरस बना करके में भोजन को प्रधान को पिलाए। उस प्रकार आपका फोटो भी कुछ मीटिंग में प्रभु में प्रेसलो लगाने वाला है। परमेश्वर की आत्मा ये बातों आपको कह रहा, आप विश्वास करके प्रार्थना कीजिए। डिजिटल सिस्टम में भी आपको फोटो आने वाला, आप विश्वास से प्रार्थना कीजिए। उस प्रकार के एक अभिषेक आपके ऊपर कार्य करेंगे। ചില പ്രത്യേക പ്രവൃത്തികൾ ജീവരാജ വൈഡരാജ അസ്തൽ വൈഡോ ദുബൽ വൈഡോ ജിബൽ വൈഡാ ദുബൽ വൈഡാ ജിബൽ പൊടി ജിബൽ ബാബ ദുബൽ ബാബ ദുബാബാബ ദീപാബാബ ദീപൽ വൈഡാ ദാസിയുടെ മേൽ ഒരു അഭിഷേകം ആമേ ഇതുവരെ പകർന്നിട്ടില്ലാത്ത ഒരു പ്രത്യേക അഭിഷേകം ജീവബാബ ദീപൽ വൈഡോ ദുബൽ വൈഡോ ജിബൽ പൊടി ജിബൽ ബാബ ദുബൽ ബാബ ദുബാബാബ ദീപൽ വൈഡോ ജിബൽ വൈഡോ ദുബൽ വൈഡോ ജിബൽ വൈഡാ ദാസി നിനക്കായിട്ട് ദൈവം ഒരുക്കാൻ പോവാ. നിന്റെ ഒരു വാക്ക് മതി ആമേൻ സ്തോത്രം. ഒരു വാക്ക് കേട്ട് ആശ്വാസം പ്രാപിക്കത്തക്ക വിധത്തിൽ അനേക ജീവിതങ്ങൾ നിന്റെ മുമ്പിലേക്ക് കടന്നു വരും. അവർക്ക് വേണ്ടി നീ കരയണം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം, അവരോട് സത്യ സുവിശേഷം അറിയിക്കണമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുന്നു. परमेश्वर की आत्मा ये बता रहा है आने वाला दिनों में परमेश्वर एक विशेष अभिषेक
विशेष अभिषेक आपके जीवन में उंडेलेगा और उसके द्वारा परमेश्वर बहुतों को पकड़ेगा। आपका एक शब्द काफी होगा लोगों का मन परिवर्तन के लिए। इसलिए आने वाले दिनों में आपके सामने समूह में जितने लोग आएगा उनके लिए आप प्रार्थना करना, बस प्रार्थना नहीं, केवल नहीं करना, रोना, प्रभु का वचन, सच्चा वचन सुनाना, ये बात आपको बता रहा परमेश्वर के आत्मा, उसके द्वारा बहुत प्रभु को पाने वाला है। आमीन। ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വചനത്തിലോട്ട് നമുക്കൊന്ന് പ്രവേശിക്കാം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. ബൈബിൾ മൊത്തം നോക്കുകയാണെങ്കിൽ നിലവിളി, ആമേൻ, സ്തോത്രം, എവിടെയെല്ലാം നിലവിളി ഉയർന്നിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. നമുക്ക് ഈ റെഫറൻസുകളെല്ലാം നമുക്കറിയാം. ഹാഗാർ തന്റെ കുഞ്ഞിന്റെ മരണം കാണാതെ അമ്മിൻപാട് ദൂരത്ത് നിന്ന് കരയുക. എന്നാൽ ഹല്ലേലൂയ, ഹാഗാറിന്റെ കുഞ്ഞിന്റെ നിലവിളി സ്വർഗത്തിൽ കേട്ടു. ആമേൻ. ആ മരുഭൂമിയിൽ ഒരു നീരുറവ തുറന്നു. കണ്ടോ, വചനം കണക്ട് ചെയ്ത് പോകുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. ഞാൻ ഹല്ലേലൂയ ഈ സമയം ഈ ഒരു 8 മണി വരെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവേ, ഈ മീറ്റിംഗിൽ ഞാൻ എന്ത് വചനം കൊടുക്കണം കർത്താവേ, ഞാൻ എന്നോ പറയേണ്ടത്. അപ്പൊ അപ്പൻ എനിക്ക് ഒരു വചനം തരണമേന്ന് അപ്പനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഹോശിയ പ്രവചനം എനിക്ക് ദൈവാത്മാവ് തരുന്നത്. ആമേൻ. അത് ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളത്തോട് ഇടപെടുക, നിലവിളി. ആമേൻ, സ്തോത്രം. ഇതിനകത്ത് ഹല്ലേലൂയ വിഡോസ് ആയിട്ട്, എനിക്ക് സുല്യാന്റെ മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആരും എനിക്ക് അറിയത്തില്ല. വിഡോസ് ആയിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആമേൻ, സ്തോത്രം, അവരോട് ഒരു പ്രത്യേക സർപ്രൈസ് പോലെ ഒരു ദൂത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കാനായിട്ട്. കാരണം ഹല്ലേലൂയ നമ്മുടെ മോളിയാന്റി ഉണ്ട്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ രൂത്ത് വയലിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ രൂത്തിനോട് ആമേൻ ബോവസ് പറയുന്ന സർവശക്തനായ യഹോവയുടെ ചിറങ്ങിൻ കീഴിൽ ആശ്രയം പ്രാപിച്ചു വന്നിരിക്കുന്നവളെ അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളോട് അവരോട് പ്രത്യേകം എന്നോട് ദൈവം എന്നെ അറിയിച്ചതാ. ആമേൻ, ഹല്ലേലൂയ, ഒരു പൂർണ്ണ പ്രതിഫലത്തിലേക്ക് ആമേൻ അടുത്തുകൊണ്ടിരിക്കുക. ആമേൻ, ആ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുവാൻ. ആമേൻ, സ്തോത്രം. ജീവബാബ ദീപൽവയുടെ എന്നെ കൂടെ കൂട്ടിയാട്ടോ, ഞാനും വിടോയ. ആമേൻ, സ്തോത്രം. എന്നാൽ ആ പൂർണ്ണ പ്രതിഫലം പ്രാപിക്കുവാൻ അധികം സമയമില്ല കേട്ടോ. അതിനകത്ത് ചില ശോധനകള്, ചില വേദനകള്, ചില കയ്പുകള്, ചില കണ്ണുനീരുകള്, എവിടെയൊക്കെയോ തള്ളപ്പെട്ട പോലെ നമുക്കൊക്കെ തോന്നുക. ആമേൻ, തള്ളപ്പെട്ട അനുഭവങ്ങള് ചേർത്ത് പിടിക്കാൻ ആരുമില്ലേ കർത്താവേ. ആമേൻ, സ്തോത്രം. നമ്മുടെ വിഷമമൊന്ന് കാണുവാൻ ആരുമില്ലേ, നമ്മുടെ വേദനയൊന്ന് പങ്കുവയ്ക്കാൻ ആരുമില്ലേ എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു പദ്ധതി ഉണ്ട് കേട്ടോ. ആമേൻ, സ്തോത്ര. പദ്ധതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു പൂർണ്ണ പ്രതിഫലത്തിലേക്ക് ആമേൻ നമ്മൾ ഓടി അടുക്കുക കേട്ടോ. ജീവബാബ ദീപൽവൈഡോ ചുബൽവൈഡ ആ രൂത്തിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഓർപ്പ ചുമ്മനൊക്കെ കൊടുത്തിട്ട് ഓർപ്പ പോയി, എന്നാൽ രൂത്ത് പോയില്ല. ആമേൻ, രൂത്തന്റെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നതുപോലെ ഈ ദിവസങ്ങളിൽ ആമേൻ ആര് ദൈവത്തോട് പറ്റിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു അവിടെ ഒരു വലിയ ദൈവ സാന്നിധ്യം ഇറങ്ങുമ്പോ റോസമ്മ വർഗീസ് ആന്റി ഈ ദിവസങ്ങളിൽ കേട്ടോ ആന്റിയോട് ദൈവാത്മാവ് ഇടപെടുക കേട്ടോ. ആന്റി യൂത്ത് ആമേൻ എങ്ങനെയാ ആമേൻ ആ ബോവസിനോട് പറ്റിച്ചേർന്നത്? ബോവസ് നല്ല കർത്താവായ നമ്മുടെ നല്ല ദൈവത്തിനെയാണ് ബോവസിനോട് ഉപമിക്കുന്നത്. ആമേൻ, സ്തോത്രം. എങ്ങനെയാ യൂത്ത് ബോവസിനോട് പറ്റിച്ചേർന്ന് നിന്നതുപോലെ ആന്റി ദിവസങ്ങളിൽ ദൈവത്തോട് ഒരു പറ്റി കൂടി ഒന്ന് പറ്റിച്ചേർന്ന് നിന്നോ കേട്ടോ. ആമേൻ, ഹല്ലേലൂയ. ആ പുതപ്പ്, ആമേൻ, പുതപ്പിനകത്ത് ആമേൻ യവ വളർന്നു കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങൾക്ക് ആമേൻ ദൈവം നിശ്ചയമായി മറുപടി തന്ന് മാനിക്കാൻ പോകുന്നു. ദൈവം ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. ഒരു പൂർണ്ണ പ്രതിഫലം ഉണ്ടെന്നേ യഹോവ ഭക്തന്റെ ഹൃദയത്തിനകത്ത് ഒരു ദൃഢ നിശ്ചയമുണ്ട്. ആമേൻ, ആ ദൃഢ നിശ്ചയം എന്തുവാ? ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. റിയാസിസ്റ്റേ, എന്തുവാ ദൃഢ നിശ്ചയം? ആമേൻ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കരയുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട് ദൈവസ്ഥിതി, ഞാൻ ഒരുപാട് ആമേൻ ആമേൻ സമയങ്ങളിൽ വേർതിരിഞ്ഞു ദൈവസ്ഥിതിയിൽ ഹല്ലേലൂയ ദൈവത്തോട് മുട്ടിപ്പായി കരയുന്ന ചില വിഷയങ്ങൾ റസമേന്റെ നിങ്ങളോട് രണ്ടുപേരും ചേർന്ന് പോവാ. ജീവബാബ ദീപൽവൈഡോ ദിവസങ്ങളെ റിയാസിസ്റ്റേ ദൈവസ്ഥിതിയിൽ ഹല്ലേലൂയ ആരോട് പറയാതെ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ചില വിഷയങ്ങൾ ദൈവം ആമേൻ മറുപടി തന്ന് മാനിക്കാൻ പോകട്ടോ. അന്തവൈഡ് ജീവബാബ ദുബൽവൈഡോ ഈ അന്ത്യഭാഷ പറയുമ്പോ തന്നെ ഇതിനകത്തിരിക്കുന്ന എല്ലാ ഭവനങ്ങൾക്കകത്തുനിന്നും ചില കെട്ടുകൾ പൊട്ടി പോവാ. ദൂബബാബ ദീപൽവൈഡോ ജീവൽബാബം ദീപബ യോന പറയുന്നില്ല. ആമേൻ, ആഴിയും ഹല്ലേലൂയ ഓളങ്ങളും എന്റെ മീതെ കടന്നുപോയി, കടപ്പിൽ എനിക്ക് തലപ്പാവായിരിക്കുന്നു, മീന്റെ വയറ്റി കിടന്ന് ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഇതെല്ലാം ദൈവാത്മാവനോട് ഇടപെട്ടിട്ട് മാത്രമേ ഞാൻ പറയും. ഞാൻ ദൈവാത്മാവനോട് പറയാതെ ഒരു വാക്കുപോലും ദൈവസ്ഥിതി പറയത്തില്ല. കാരണം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അതിന്റെ പിന്നിലൊക്കെ അല്ലേ പിന്നെ ഒത്തിരി വേദനകൾ അനുഭവിക്കേണ്ടി വരും. ആമേൻ, ആ മീന്റെ വയറ്റി കിടന്ന് അയ്യം വിളിക്കൽ ലീലാമ്മ തോമസ് ആന്റി ഈ ദിവസങ്ങളിൽ ഒരുപാട് കഷ്ടതയുടെ നടുവിൽ കൂടി, ഒരുപാട് വേദനയുടെ നടുവിൽ കൂടി, ഒരുപാട് ആമേൻ, സ്തോത്രം ഹല്ലേലൂയ കടന്നു പോവാ. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ വചനം പെട്ടെന്ന്
കയറി വരിക. കർഷകരുടെ സമയം പോവാണല്ലോ, ഇച്ചിരി സ്പീഡ് കൂടി പോകുന്നത്. കർഷകരുടെ നടുവിൽ കൂടി നടന്നാലും ഞാൻ നിന്നെ ജീവിപ്പിക്കുന്ന ദൈവം. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് ചില ജീവിതങ്ങൾ കർഷകരുടെ നടുവിൽ കൂടി കടന്നു പോകുന്നുണ്ട് കേട്ടോ. അതിന്റെ മധ്യത്തിലെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി ആമേൻ ദിവസങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ പോവാ. ആമേൻ, സ്തോത്രം. ഏറെ കരയുന്നുണ്ട്. ആമേൻ, സ്തോത്രം. സിംഹത്തിന്റെ വാടപ്പിച്ച ദൈവം കേട്ടോ, വാളിന്റെ വായ്ത്തലയെ മടക്കിയ ദൈവം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. തീയുടെ ബലത്തെ കെടുത്തിയ ദൈവം. പാസ്റ്റർ ഹല്ലേലൂയ, ആമേൻ, ജോസ് ഹല്ലേലൂയ, അഗസ്റ്റിൻ പാസ്റ്ററോട് ദൈവാത്മാ വിട്ടപ്പെടുക കേട്ടോ. ഈ 3 വിഷയം: സിംഹത്തിന്റെ വാടപ്പിച്ച ദൈവം, വാളിന്റെ വായ്ത്തലയെ മടക്കിയ ദൈവം, ആമേൻ, ഹല്ലേലൂയ, തീയുടെ ബലത്തെ കെടുത്തിയ ദൈവം. പലപ്പോഴും ജീവിതത്തിനകത്ത് ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ഒരുപാട് ഭാരങ്ങളുടെ, പ്രയാസങ്ങളുടെ, വേദനകളുടെ എല്ലാം മധ്യത്തിൽ കൂടെ ദൈവത്തിന്റെ അഭിഷക്ത ദാസനെ കടന്നുപോയ ടൈമുണ്ട്. ആമേൻ, വിഴുങ്ങി കളയത്തക്ക വിധത്തിൽ. ഹല്ലേലൂയ, ആമേൻ, അല്ലേ ദൈവദാസനെ? വിഴുങ്ങിക്കളയത്തക്ക വിധത്തിൽ ചില പ്രശ്നങ്ങളും ചില പ്രതികൂലങ്ങളും ചില ഓളങ്ങളും ചില തിരമാലകളും കടന്നു വന്നതാ. യോന മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് ആമേൻ അയ്യം വിളിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ അയ്യം വിളിച്ച അവസ്ഥ ജീവിതത്തിലുണ്ടെന്ന് ദൈവാത്മാവ് ദർശിക്കുക. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് ദൈവാത്മാവ് ബുദ്ധി ഉപദേശിക്കുന്നു. ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡ് ജീവൽബൗഡം ജീവലഭാവം ദുബലഭാവം ദീപൽ ബൗഡ ദീകാശ്വറ ബാബ ബാബ ഉഡാ മനോ ജിബാ ധൂപബാബ ദീപബാബ ദീപൽവൈഡോ. പലപ്പോഴും നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നില്ലേ, ദൈവത്തിന്റെ അഭിഷക്ത ദാസന് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലേ, എന്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ലേ? ആമേ, പലപ്പോഴും ഹൃദയം വിങ്ങി തിങ്ങി ദൈവത്തോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളില്ലേ? ഹല്ലേലൂയ, ഇതിനൊരു തീരുമാനമില്ലേ, ഇതിനൊരു മറുപടി ഇല്ലെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ഈ രാത്രി ആമേ ദൈവം മറുപടിയുമായി ദൈവത്തിന്റെ ദൂതനെ അയക്കുമെന്ന് ദൈവാത്മാ വിടപെടുക കേട്ടോ. ജീവബാബ ദീപൽ വൈഡോ ദുബൽവൈഡ് ജീവലബൗഡം ദുബലഭാമ ദീപലബൗഡം ദൂബാബാബ ദീപൽ വൈഡോ ജീവൽ വൈഡോ ദുബൽവൈഡ് ജീവലബൗഡം ദുബലഭാമ ദീപലബൗഡം. ശോഭ്രതരെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അങ്ങനെ പറഞ്ഞോന്ന് എനിക്ക് അറിയത്തില്ല. ഒരു പ്രാവിന്റെ ചുണ്ടിൽ ആമേൻ ഒരു പച്ച ഒലിവില. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ദൂത് പറഞ്ഞായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ അഭിഷക്ത ദാസനെ അത് തന്നെ ഇടപെടുന്നു. ആമേൻ, സ്തോത്രം. പെട്ടകത്തിൽ നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പോയ പ്രാവ് ആമേൻ കാക്ക ആമേൻ സ്തോത്രം പലപ്രാവശ്യം വന്നും പോയി നിന്നു. എന്നാൽ ഹല്ലേലൂയ അവസാന സമയത്താ യോനെ ആ പ്രാവിനെ അങ്ങോട്ട് ഇറക്കി വിടുന്നത്. ആമേൻ, സോറി, നോഹയുടെ പെട്ടകത്തിൽ നിന്ന് പ്രാവ് പോകുന്നത്. എന്നാ പ്രാവ് പോയി മടങ്ങി വരുന്ന എങ്ങനെയാ? ഒരു ഒലിവിലയുമായി മടങ്ങി വന്ന പോലെ ഈ ദിവസങ്ങളിൽ കേട്ടോ ചില ഒലിവിലകളെ കാണാൻ പോവാ. ചില മറുപടിയുമായി പ്രാവ് വരാൻ പോകട്ടോ. അതിനോട് ചേർന്ന് വചനം കണക്ട് ചെയ്ത് പോവാ കേട്ടോ. ഏലിയാവ് 6 പ്രാവശ്യം പ്രാർത്ഥിച്ചു, ഒന്നും കണ്ടില്ല. 7ാം പ്രാവശ്യം കൈപ്പത്തി പോലും മേഘം ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവൽവൈഡോ ദുബൽവൈഡ് ജീവലബൗഡം ദുബലബാബം ദീപലബൗഡം ദൂബാബാബ ദീപൽവൈഡോ ജീവബാബ ധൂപബാബ ധൂപബാബ ദീപബാബ. പലപ്പോഴും ഹൃദയത്തിനകത്തെ വേദനകള്, സങ്കടങ്ങള്, ആമേൻ സ്തോത്രം, തിങ്ങി വിങ്ങുന്ന വേദന പ്രാവിനുള്ളത് പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇതിനകത്ത് എത്രയോ ഈ പറയുന്ന ഞാൻ പോലും ദൈവസ്ഥനിൽ ഒരു കാലത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്. ആമേ, കസയുടെ വേദനയുടെയും തീച്ചുളയുടെ തീക്കൽ ആനയില്ല തീ കനലുകളുടെ ഒക്കെ പുറത്തോട് ചവിട്ടി അപ്പുറം കിടക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. പ്രാവിനുള്ളത് പോലെ എനിക്ക് 2 ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. ഈ പരിശോധനയിൽ കൂടി കടന്നു പോകുമ്പോൾ ഓർത്തോ, ഒരു പൊന്നുപോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ പുറത്തുകൊണ്ടുവരാൻ പോവാ. ജ്യോതി സിസ്റ്ററെ, ഈ ദിവസങ്ങളിൽ കരയുന്ന ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിക്കുന്ന ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ഉത്തരം കിട്ടാത്ത ചില വിഷയങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിട്ട് നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട് കേട്ടോ. ആമേൻ, അതിന്റെ മധ്യത്തിൽ ചില ദൈവത്തിന്റെ കരയോട് ഇറങ്ങാൻ പോവാ. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശോഭന, ഞാൻ 1 മിനിറ്റ് വേഗം തന്നെ തിരിച്ചു വരാം. ജീവബാബ ദീപൽവൈഡോ ദുബൽവൈഡോ ജീവൽവൈഡ ദുബലഭാവം ജീവലബൗഡം ദൂബബാബ ദീപബാബ ദീപൽവൈഡ. പലപ്പോഴും സിസ്റ്ററെ ഹൃദയം അന്തർഭാഗം കനലെരിയുന്ന പോലെ എരിയുന്ന അവസ്ഥകൾ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഒരു തുള്ളി വെള്ളം ആമേൻ ഇതിന്റെ ഹല്ലേലൂയ വീണിരുന്നെങ്കിൽ ഈ കനല് വേഗം ഒന്ന് ആമേൻ 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 ഒന്ന് തണുക്കുമായിരുന്നു പോലും പലപ്പോഴും ദൈവസ്ഥയിൽ ഓർത്ത അവസ്ഥകൾ ജീവിതത്തിലുണ്ടെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. എനിക്കറിയത്തില്ല ഞാൻ ഈ വചനം എവിടെ കൊണ്ടെന്ന് നിർത്തണമെന്ന് എനിക്കറിയാമല്ല. അന്നയുടെ നിലവിളിക്ക് മറുപടി കൊടുത്ത ദൈവം, ഏലിയാവിന്റെ നിലവിളിക്ക് മറുപടി കൊടുത്ത ദൈവം, ആഗാറിന്റെ കുഞ്ഞിന്റെ നിലവിളിയുടെ മുമ്പിൽ ദൈവം മറുപടി കൊടുത്ത ദൈവം. ആമേൻ, സ്തോത്രം. കണ്ണീർ തൂകുമ്പോൾ മനസ്സെല്ലുന്ന ദൈവം, കണ്ണീരിന്റെ മുമ്പിൽ ഹല്ലേലൂയ എന്റെ ദൈവം മറികടന്ന് പോകത്തില്ല കേട്ടോ. നമ്മുടെ സഹോദരങ്ങൾ കടന്നു പോകും, നമ്മുടെ മാതാപിതാക്കൾ
എല്ലാവരും കടന്നു പോകും. നമ്മളെ സ്നേഹിക്കുന്നവരെല്ലാം കടന്നു പോകും. ആമേൻ. അവൾ അവിടെ നിന്ന് കരയട്ടെ എന്ന് പറയും, അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് കരയട്ടെ എന്ന് പറയും. എന്നാൽ ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീര് ദൈവം താൻ വിശുദ്ധമാണ്. കണ്ണുനീര് തുടച്ചു നീക്കുന്ന ദൈവം ഈ രാത്രി ജ്യോതി സിസ്റ്ററെ നിങ്ങളുടെ കണ്ണുനീര് ദൈവം തുടച്ച് നീക്കട്ടോ. ഒരുപാട് വേദനിക്കുന്ന വിഷയങ്ങളുണ്ട്, ഒരുപാട് കരയുന്ന വിഷയങ്ങളുണ്ട് കേട്ടോ. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ആമേൻ. ഇന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ചില വിഷയങ്ങൾ ആർക്കോടെ കൊയ്യാൻ പോകട്ടോ. ഈ ദിവസങ്ങളിൽ ഒരു പോയിന്റ് യഹൂദാ, നിനക്കും ഒരു പോയിന്റ്. ആമേൻ. സ്തോത്രം. ഈ പകൽക്കാലം മൊത്തം ദൈവാത്മാവിനോട് ഇടപെട്ട വിഷയങ്ങളാ. യഹൂദാ, നിനക്കും ഒരു പോയിന്റ്. ആമേൻ. ഹല്ലേലൂയ. ദാസി കൊയ്യുവാൻ സമയമായി എന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവസന്നിധിയിൽ ആമേൻ ഒരു പടി കൂടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. അപ്പൻ ചില അത്ഭുതങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കാൻ പോവാ. ദൈവത്തിന്റെ പ്രവൃത്തി ആമേ കൂടാരത്തിനകത്ത് ദൈവം വെളിപ്പെടുത്തും കേട്ടോ. അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ പോവാ. എബേസിന്റെ അതിരുകളെ വിസ്താരമാക്കിയ ദൈവം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോ. എബേസിന്റെ അതിരുകളെ വിസ്താരമാക്കിയതുപോലെ ആമേ ഭാവത്ത് ഉള്ളറയിലെ അതിരുകളെ ദൈവം വിസ്താരമാക്കാൻ പോകുന്നു. ദൈവാത്മാവ് ഇടപെടുക. ജീവബാബ ദുബലവൈഡോ, ജീവൽവൈഡോ ദുബലവൈഡോ, ജീവാബാബ ധൂപബാബ ദീപബാബ ദീപൽവൈഡ. ഒരുപാട് നിലവിളിയുണ്ട് കേട്ടോ. അന്യാണെങ്കിൽ ആലയത്തിലോട്ട് ചെല്ലുക, വെണ്ണിന കുത്തുക എപ്പോഴും. ആമേൻ. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, ആ പാവ ഒറ്റയ്ക്ക് ആമേൻ ഹല്ലേലൂയ ആലയത്തിൽ ചെല്ലും. അവിടെ ചെന്നപ്പോഴേ പുരോഹിത കൈന്റെ കയ്യിലും ഒരു കുത്ത്. ആമേ, നീ വീഞ്ഞോ മദ്യമോ കഴിച്ചിട്ടുണ്ടോ? നിന്റെ വീഞ്ഞിറങ്ങട്ടെ. ആമേൻ. സ്തോത്രം. പക്ഷെ ആ പാവം കർത്താവിന്റെ ദാസി ആമേ ശബ്ദം പോലും പുറത്തു വരാത്ത വിധത്തിൽ വളരെ ഭാരത്തോടെ ദൈവസ്ഥിതി കരയുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ പുരോഹിതൻ ഇങ്ങനെ പറയുമ്പോ പറയാ, യജമാനനെ, ഒരു നീച സ്ത്രീയായി എന്നെ കാണരുത്. ആമേൻ. എന്റെ സങ്കടം ഞാൻ എന്റെ ഹൃദയത്തിൽ പകരുക. ശോഭനറെ, എത്രയോ പ്രാവശ്യം ദൈവസ്ഥിതി പറഞ്ഞ് കരയുന്ന വിഷയമല്ലേ അപ്പാ. സ്തോത്രം. അന്ന പറഞ്ഞതുപോലെ ഒരു നീച സ്ത്രീയായി എന്നെ കാണരുത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ മീനും മദ്യവും കഴിച്ചിട്ടില്ല. ആമേൻ. സ്തോത്രം. എന്റെ സങ്കടം ആലയത്തിൽ പോയത് കരഞ്ഞ് സങ്കടം തീർക്കുന്ന പോലെ ഈ ദിവസം മുറിക്കാത്ത ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്ന എനിക്കൊന്നും അറിയത്തില്ല. ദൈവാത്മാവ് എന്നോട് പറയുന്ന വിഷയങ്ങളാണ് ഇതെല്ലാം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. മുറിക്കാത്ത ഒറ്റയ്ക്ക് ഇരുന്ന് ചില കരയുന്ന ചില വിഷയങ്ങള്, ചില സാമ്പത്തികമായിട്ട് ചില ഭാരങ്ങള്, ചില പ്രയാസങ്ങൾ, ചില കടബാധ്യതകളുമേൽ ഹല്ലേലൂയ ഇതിനൊരു തീർപ്പില്ല എന്ന് ചോദിച്ച് കരയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ഇടപെടുക. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരുത്തി ആമേൻ എലീശ പ്രവാചകനോട് പറയുക, ആമേൻ, എന്റെ മക്കളെ കടക്കാര് പിടിച്ചുകൊണ്ട് പോകുന്നു. നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയില്ലാതെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അയൽപക്കത്തുനിന്നല്ല വെറും പാത്രങ്ങളെ വാങ്ങിക്കൊണ്ട് വന്ന് ആമേൻ പ്രാർത്ഥിച്ച് മുറിക്കയത്ത് കയറി പ്രാർത്ഥിച്ച് എണ്ണ മുഴുവൻ പകർന്നു. പാത്രങ്ങൾ തീർന്നപ്പോൾ എണ്ണയും തീർന്നു. ആമേൻ. ആ കടം വീട്ടിയതുപോലെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദാസന്റെ ചില വഴികള്, ചില വാതിലുകള് ദൈവ ദിവസങ്ങളിൽ തുറക്കാൻ പോകട്ടോ. ആമേൻ. ചില ഭാരത്തിന്റെ, പ്രയാസത്തിന്റെ, വേദനയുടെ, കയ്പിന്റെ, കണ്ണുനീരിന്റെ മധ്യത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആമേൻ ദൈവം ചില പ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. ജീവബാബ ദീപലവൈഡോ, ദൂബലവൈഡോ, ജീവലവൈഡ, ദൂബലവൈഡോ, ജീവലബൂടും, ദൂബലബാബം ദീപലബൂടും, ദൂബബാബ ദീപബാബ ദീപൽ വൈഡ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ ആമേ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നോ. മറുപടി ഉണ്ട്. എങ്ങനെയാ? ഹല്ലേലൂയ. ഇസബേൽ വന്നിട്ട് ആമേ ഹല്ലേലൂയ ഏലിയാവിനെ വെല്ലുവിളിക്കുക. ആമേൻ. സ്തോത്രം. നാളെ ഈ സമയമാകുമ്പോൾ ആമേൻ. സ്തോത്രം. എന്റെ പ്രവാചകന്മാർ ഒരുത്തനെ പോലെ ഞാൻ നിന്നെ ആക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പേടിച്ചു പോയി ചൂരച്ചെടി തള്ളിക്കിടക്കുക. എന്നാൽ ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥിക്കുക. ആമേൻ. അവിടുന്ന് ഏലിയാവ് എങ്ങനെയാ യാഗപീഠമെല്ലാം ഒരുക്കി. അതെല്ലാം ആമേ എങ്ങനെയാ അടുക്കടുക്കായിട്ട് എങ്ങനെയൊക്കെയാണോ അതിന്റെ പ്രവൃത്തി അവിടെ നടക്കേണ്ടത്, ആ ഒരു യാഗപീഠത്തിന്റെ പ്രോസസ് എങ്ങനെയാണോ അവിടെ നടക്കേണ്ടത്, അതുപോലെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആ പ്രോസസ്സുകൾ മുഴുവനും ദൈവത്തിന് അത് യാഗമായി തീർന്നപ്പോൾ ഏലിയാവ് ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചുള്ളൂ. നമ്മളാണ് ഒരു വിഷയം ഒരു 100 പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കും. 100 പ്രാവശ്യം പ്രാർത്ഥിച്ചാലും അതിന് മറുപടിയില്ല. ആമേൻ. സ്തോത്രം. ഇതിന് മറുപടിയില്ലേ എന്ന് ദൈവത്തോട് ചോദിച്ചിട്ട് തള്ളുമ്പം ദൈവം ഇതിന് മറുപടി തരും. ഇനി ഇതിന് ഹല്ലേലൂയ ജീവനില്ല, ഈ വിഷയത്തിന് മറുപടിയില്ല, ഇത് മരിച്ചവരുടെ കൂട്ടത്തിലിട്ട് തള്ളിക്കളയുമ്പോഴാ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നത്. മരിച്ച ലാസറേ പുറത്തു വരിക. ജീവബാബോ ലാസർ എങ്ങനെയാ പുറത്തു വന്നത്? മരിച്ച ലാസറേ പുറത്തു വരിക. ഹല്ലേലൂയ. ദൈവമേ, മനുഷ്യൻ കെട്ടിയ ഒരു കെട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസർ മരിച്ചപ്പോഴേ താടി വലിച്ചു കെട്ടി, കൈയും കാലും എല്ലാം കെട്ടി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്ററെ ജിൻസ് ജോയ് എന്ന് പറഞ്ഞ സിസ്റ്ററെ ആമേ ദൈവാത്മാവ് ഇടപെടുന്നു. വെള്ള ഷോൾ ഇട്ട സിസ്റ്ററോട് കണ്ണാടി വെച്ച ദൈവാത്മാവ് ഇടപെടുക.
ആമേൻ ഹല്ലേലൂയ. ആമേൻ ലാസറെ പുറത്തു വരിക എന്ന് സിസ്റ്ററിനെ ലാസർ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ പുറത്തു വന്നു. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ദൈവം ഒരു കാര്യം യേശുവോട് ഒരു കാര്യം പറയുന്നുണ്ട്. മാർത്തേ മാർത്തേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇതിനകത്തിരിക്കുന്ന എത്ര പേർക്ക് സിസ്റ്ററെ, എത്ര പ്രാവശ്യം സിസ്റ്റർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ഈ രാത്രി ഒരു ദൈവ മഹത്വം ഇറങ്ങുന്നുണ്ട്? വിശ്വസിക്കണമെങ്കിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തു. ആ ഭവനത്തിനകത്ത് ദൈവം ഒരു വലിയ അത്ഭുതം ചെയ്യാൻ പോവാ. കാരണം ആമേ ലാസറിനെ കെട്ടിയ കെട്ട മനുഷ്യൻ കെട്ടിയ കെട്ടാത്, ദൈവം കെട്ടിയ കെട്ടല്ല. ആ കെട്ട് പറഞ്ഞല്ല, ഇവന്റെ കെട്ട് അഴിക്കുവീൻ. ആമേൻ സ്തോത്രം. മനുഷ്യൻ കെട്ടിയ കെട്ട് ആരാ അഴിക്കേണ്ടത്? നമ്മൾ തന്നെ അഴിക്കണം ആ കെട്ട്. ഈ ദിവസങ്ങളിൽ ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ചില ബന്ധനങ്ങൾ അഴിക്കുവാനുള്ള ദൈവ കൃപ ദൈവം തരാൻ പോവാ. ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസ്ഥന്റെ മുട്ടുമടക്കി ഇരിക്കുകയാണ്. ചില കൃപയും കൃപാവരങ്ങൾ കൊണ്ട് ദാസ്യ ദൈവം ആമേൻ നിറയ്ക്കും, പുറത്തു കൊണ്ടുവരും. ആമേൻ സ്തോത്രം. എല്ലാവരുടെയും ശ്രേഷ്ഠയായി ആമേൻ ആലയിൽ ഒരു മുന്തിരിവള്ളിയിൽ ഫലം കായ്ക്കുന്നത് പോലെ ഈ ദിവസങ്ങളിൽ യോഹന്നാൻ 15-ാം അധ്യായത്തിൽ പറഞ്ഞ മുന്തിരിവള്ളി ആമേ പറ്റി നിന്ന് ഹാലലിയ പറ്റി നിൽക്കുന്നത് പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. ദൈവം ശക്തമായി ദാസിയെ പുറത്തു കൊണ്ടുവരും. ചില കൃപയും കൃപാവരം പകർന്ന് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ, കരഞ്ഞോ. ദൈവം ചില അത്ഭുതമാ കൂടാത്തിനകത്ത് ദൈവം ചെയ്യാൻ പോകും. ആമേ നമുക്കൊന്ന് മടങ്ങി വരാം. ആമേ ഏലിയാവിന്റെ പ്രാർത്ഥന. ആമേൻ സ്തോത്രം. പ്രിയ ദൈവജനമേ, പ്രാർത്ഥന എന്നതാ സ്വർഗം തുറക്കുന്ന താക്കോല. ആമേൻ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരെ ദൈവം അറിയും, പ്രസംഗിക്കുന്നവരെ ലോകം അറിയും. നമ്മളെ ദൈവം അറിഞ്ഞാൽ മതി എന്നേ. ആമേൻ. നമ്മുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവ ദിവസങ്ങളിൽ മറുപടി തരാൻ പോവാ. ആമേൻ. സ്വർഗം തുറക്കുന്ന താക്കോല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ താക്കോൽ സ്വർഗം എടുക്കും. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാൻ കര ഉയർത്തി നിൽക്കുമ്പോൾ ആമേൻ മറിഞ്ഞിരിക്കുന്ന ദൈവമാണ്. ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്റെ അപ്പാ നീ എന്റെ മുഖം മറന്നു കളഞ്ഞോ? ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലേ? എന്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ലേ? എന്റെ സങ്കടയാചന ദൈവം കേൾക്കുന്നില്ലേ? ദാവീദൊക്കെ ഇങ്ങനെയാ കരഞ്ഞത്. ആമേൻ സ്തോത്രം. യഹോശാഫാത്തിനെതിരെ ഹല്ലേലൂയ 3 സംഘം വന്നപ്പോൾ പതിയിരിപ്പാരട്ടെ യഹോശാഫാത്തിനൊക്കെ ദൈവം ഇങ്ങനെ ജയം കൊടുത്തത്. 3 ദിവസക്കാലം ഉപവാസം പ്രഖ്യാപിച്ചു. തന്റെ കുഞ്ഞുകുട്ടികൾക്കും ആമേൻ എല്ലാവർക്കും ദൈവം ശുഭയാത്ര ദൈവം ഒരുക്കുക. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദിവസങ്ങളിൽ ശാന്തമായി ദേവസ്ഥനിൽ നിന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒന്ന് കരഞ്ഞ് ദൈവം ചില അത്ഭുതങ്ങളുടെ വിടുതലുകൾ ദൈവം തരാൻ പോവാ. ഹല്ലേലൂയ. സുജാ ഡെന്നി ദൈവാത്മാവ് ഇടപെടുക. ദിവസങ്ങളിൽ മകളെ നീ ശാന്തമായി ദേവസ്ഥനിൽ ഇരുന്നോ കേട്ടോ. ഇനി വേറെ വയൽ നീ പെറുക്കാൻ പോകണ്ട. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുക. രൂത്തിനോട് ബോവസ് പറഞ്ഞതുപോലെ മകളെ നീ ഇനി വേറെ വയലിൽ പെറുക്കാൻ പോകണ്ട. കാല പെറുക്കി കതിര് പെറുക്കി. ആമേൻ ഹല്ലേലൂയ. കതിരുകൾ ആമേൻ ഹല്ലേലൂയ. ബാല്യക്കാരോട് പറയാ ആ കതിരൊക്കെ അങ്ങ് വലിച്ചിട്ട് കൊടുക്കണമെന്നാ പറയുന്നത്. ആമേൻ സ്തോത്രം. അതിനൊക്കെ ഒത്തിരി മാർമികമായിട്ടുള്ള ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കാരണം നമുക്ക് ദൈവം തരുന്ന ആമേൻ നമ്മുടെ പ്രാർത്ഥനയുടെ പ്രതിഫലമാ. ഓറി ആമേൻ യോബ് പറയുന്ന പോലെ ഹല്ലേലൂയ. എന്റെ കഷ്ടത വെള്ളം ഒഴുകിപ്പോകുന്ന പോലെ ഒഴുകിപ്പോയി, പിന്നെ ഞാൻ ആ കഷ്ടത ഓർക്കുന്നില്ല. നമ്മൾക്ക് ഒത്തിരി ഭാരത്തിലൂടെ മോളെ പ്രാർത്ഥനയുടെ കൂടെ നമ്മൾ കടന്നു പോകും. ഒരുപാട് കഷ്ടത കൂടെ നമ്മൾ കടന്നു പോകും. ഒരുപാട് വേദന കൂടെ നമ്മൾ കടന്നു പോകും. ഹല്ലേലൂയ. ഈ വേദനയും കഷ്ടതയും എല്ലാം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി നമ്മുടെ കരത്തിൽ ദൈവം തന്നു കഴിയുമ്പോൾ ഈ കഷ്ടത പിന്നെ നമ്മൾ ഓർക്കുന്നില്ല. യോബ് പറഞ്ഞു എന്തുവാ? യോബിനെ പോലെ കഷ്ടത അനുഭവിച്ച ഒരു വ്യക്തി ഈ ബൈബിളിനകത്തുണ്ടോ? സെക്കൻഡ് ആണിക്ക് പൗലോസ്, എനിക്കറിയത്തില്ല. ആമേൻ. ഈ വചനത്തെ ഈ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആമേൻ ഹല്ലേലൂയ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ആളായി യോബ്. കാരണം ആമേ കഷ്ടതയുടെ തീ ചൂളയിൽ കൂടി കടന്നു പോയിട്ടും ആമേ തന്റെ സ്നേഹിതന്മാരെല്ലാം വന്ന് ആ മനുഷ്യനെ പിന്നെ വേദനിപ്പിക്കുക. ഈ വേദനയുടെ തീച്ചൂളയുടെ അടിത്തട്ട് പോലെ മനുഷ്യൻ കണ്ടു കഴിഞ്ഞു. ആമേ എന്തോ പറയുന്നേ? ആമേൻ. ഇനി ഒന്നുമില്ല, അതുപോലെ കണ്ടു. ആമേൻ. എന്നിട്ട് സ്നേഹിതന്മാര് പോലും വന്നിട്ട് കുത്തി വേദനിപ്പിക്കുക പിന്നെ. ആമേൻ ഹല്ലേലൂയ. എന്നിട്ട് പോലും ഈ വായ് തുറക്കാതെ ആമേൻ ഊമനായിട്ട് നമ്മളായിരുന്നെങ്കിലോ ഇത് പറയാനാണോ എന്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്നെന്ന് ചോദിച്ചേനെ അല്ലേ? നമ്മൾ ചോദിക്കത്തില്ലേ? ഇത്രയും ഞാൻ ഈ കസതയുടെ തീച്ചൂളയ്ക്കകത്ത് വെച്ചു, നിങ്ങളും കൂടെ എന്നെ വേദനിപ്പിക്കാനാണോ എന്റെ അടുത്തേക്ക് വന്നത്? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് ആ വഴി അങ്ങ് പൊക്കോളത്തില്ലായിരുന്നു എന്ന് ഞാൻ എന്നെ ചോദിച്ചത്. നിങ്ങൾ എത്ര പേര് ചോദിക്കുന്നു എനിക്കറിയത്തില്ല. ആമേൻ സ്തോത്രം. യോബ് ഒന്നും ചോദിച്ചില്ല. യോബ് വായ് തുറക്കാതെ ഊമനായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ കോപം യോബിന്റെ സ്നേഹിതന്മാരുടെ മേൽ ജ്വലിച്ചു. യോബിന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആ കസയുടെ തീച്ചു
തീച്ചുളയിൽ കൂടി കടന്നുപോയിട്ട് പോലും ആ ദൈവത്തിനെതിരായിട്ട് ഒരു വാക്ക് സംസാരിച്ചോ? എന്റെ ദൈവമേ, എന്റെ മക്കളെ എന്തിനാ ഇല്ലാതാക്കി കളഞ്ഞത്? അല്ലെ എന്റെ വീട് എന്തിനാ ഇല്ലാതാക്കി കളഞ്ഞത്? എന്റെ സമ്പത്തിനെ എന്തിനാ ദൈവമേ എടുത്തത്? എന്നെ എന്തിനാ ഇങ്ങനെ ഒന്നുമില്ലാതെ ആക്കിയെന്ന് എന്തെങ്കിലും ഷാജി മാത്യു ദൈവാത്മാവ് സംസാരിക്കട്ടോ. യോബ് കടന്നുപോയ ആമേനമ്മൻ ഒരു പീരീഡ് കൂടിയാകട്ടോ ദൈവദാസനെ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ആമേ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നില്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കർത്താവേ ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത്? ഞാൻ എങ്ങനെയാ കർത്താവേ ഇങ്ങനെ ആയി തീർന്നത്? എന്റെ അനുഭവം എങ്ങനെയാ ഇങ്ങനെ ആയി പോയത്? ആമേൻ, എല്ലാം നഷ്ടപ്പെട്ടോ? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പൗലോസൊക്കെ ഒരു പലകമേൽ ആമേ പിടിച്ചു നിന്ന് കരയ്ക്കടുത്തതുപോലെ പലപ്പോഴും ഓർക്കുന്നില്ലേ, ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഇതുവരെ ഒരു മറുപടി പോലും ഇല്ലേ, എന്റെ കണ്ണുനീര് ദൈവം കാണുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽക്കൊട്ടോ പ്രാർത്ഥനയുടെ ചില മറുപടിയുമായി ആമേ ദൈവത്തിന്റെ ദൂതൻ കടന്നു വരും. ആമേ ജീവമപതിപരമായിട ചില ശബ്ദങ്ങൾ കേൾക്കാൻ പോകട്ടോ, ഭയങ്കരമായ പ്രതികൂലങ്ങള്, കഷ്ടതകള്, വേദനകള്, പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥ. ആമേൻ, സ്തോത്രം. പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നില്ലേ, ആമേൻ, സ്തോത്രം, ഈ പ്രതിസന്ധിയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ കർത്താവേ? ഈ വേദനയിൽ കൂടി എനിക്ക് കടന്നു പോകാൻ കഴിയുമോ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ പ്രിയ ഹല്ലേലൂയ ദാസന് ഈ ദിവസങ്ങളിൽ ശക്തമായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ, ദൈവം ചില പ്രവൃത്തി കൂടാരത്തിനകത്ത് വെളിപ്പെടുത്താൻ പോവാ. ആമേൻ, സ്തോത്രം. നമുക്ക് പത്രോസിന്റെ ലേഖനത്തിലേക്കൊക്കെ ഒന്ന് പോയേ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പി തക്ക സമയത്ത്. ആമേൻ, ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. ആമേൻ, സ്തോത്രം. തക്ക സമയത്ത് ചില ദൈവപ്രവൃത്തി വെളിപ്പെടും കേട്ടോ. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ആമേ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴ് താണിരുന്നാ മാത്രം മതി. അവൻ കരുതുന്ന ദൈവമാകിയാൽ നിന്റെ സകല ചിന്താകുലോ നീ അവന് മേലിട്ടുകൊള്ളുവിൻ. എന്റെ ഹസ്ബൻഡൊക്കെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റം 2017 മാറ്റപ്പെട്ടപ്പോ ഞാനും ഓർത്തു, ദൈവമേ, ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ ജീവിക്കും? ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകും? ഈ വേദനകള്, ഈ കഷ്ടതകള്, ഈ ഭാരങ്ങള് എങ്ങനെ ആമേ ഹല്ലേലൂയ ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ എങ്ങനെ തരണം ചെയ്യുമെന്ന് ദൈവത്തോട് സമയത്തും ആലി ഇവിടെ വരെ ദൈവം കൊണ്ടുവന്നു. ആമേൻ, സ്തോത്രം. ഞാൻ അന്നും ഇന്നും ഞാൻ ഓർക്കും, കാപ്പിക്ക് മാത്രം ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാനും എന്റെ ദൈവമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പ എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി തന്നാ മതി. എന്റെ കുഞ്ഞിന് ആഹാരവും പഠനവും ദൈവമേ മുടക്കരുത്. എനിക്ക് ഒരു ഗ്ലാസ് കാപ്പി തന്നാ മതി. ഇന്ന് കാപ്പി കുടിച്ചില്ലെങ്കിൽ എനിക്ക് തലകറക്കവാ. ആമേൻ. അല്ലെ, കാപ്പി കുടിച്ചോ ഒരു കുഴപ്പമില്ല, എത്ര ദിവസം വേണമെങ്കിലും ആമേൻ എന്റെ ദൈവം നിൽക്കുവാൻ എനിക്ക് ഞാൻ ഇന്നും ഓർക്കുക. അമ്മേ, പ്രിയ സഹോദരങ്ങളെ, എന്റെ മരണം വരെയും ഹല്ലേലൂയ എന്റെ അപ്പൻ എനിക്ക് ആ കാപ്പി മുടക്കത്തില്ല. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എന്റെ അപ്പനോട് ഒന്നേ പറഞ്ഞുള്ളൂ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. എത്രയോ ആമേൻ, ഹല്ലേലൂയ കഷ്ടതയുടെ തീച്ചുളകള്, വേദനകള്, ഭാരങ്ങള് എങ്ങനെ പിടിച്ചു നിൽക്കും, എങ്ങനെ മുമ്പോട്ട് കടന്നു പോകും കർത്താവേ എന്നൊക്കെ ഓർത്ത സമയങ്ങൾ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ആമേ, കാക്കയെ കൊണ്ടൊരു ഏലിയാവിനെ പോറ്റിയ ദൈവം. ആമേ, പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, എന്റെ മാത്രമല്ല എല്ലാവരോടും നമ്മൾ ഓർക്കും ഹല്ലേലൂയ, അല്ലെങ്കിൽ ഒരു വേർപാട് വന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അല്ല, ആരോട് സംസാരിച്ചാലും ഒത്തിരി വേദനയിൽ കൂടെ, ഒത്തിരി ഭാരത്തിൽ കൂടെ, ഒത്തിരി തീച്ചുകളെ കൂടി കടന്നു പോവുക. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷ് പാസ്റ്ററെ ദൈവാത്മാവ് ഇടപെടുന്നു കേട്ടോ. ഒരു കെരീത്ത് തോട്ട് കേട്ടോ, അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം ഒരു സാരാഭാത്ത് ഒരുക്കും കേട്ടോ. ആമേ, ഏലിയാവിന് വേണ്ടി ഒരു സാരാഭാത്ത് ഒരുക്കിയിട്ടാണ് ഒരുക്കി വെച്ചിട്ടാ ദൈവം കെരീത്ത് തോട്ട് അവിടെ അടപ്പിച്ചത്. ആമേൻ, സ്തോത്രം. ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിച്ചോ, ദൈവസന്ധി കരഞ്ഞോ, ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്താമോ. സമയം മുന്നോട്ട് കടന്നു പോകുന്നു, ഇനി അധികം സമയമില്ല. ഈ ദിവസങ്ങളിൽ എനിക്കറിയത്തില്ല ദൈവദാസനെ വേദനയോടെ, കണ്ണുനീരോടെ, സങ്കടത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് കരയുന്ന ചില വിഷയങ്ങളുണ്ട്. ഗോറി ഉപവസിക്കുന്ന ഇല്ലേ പാസ്റ്ററെ? ഇല്ലേ കരയുന്ന ചില വിഷയങ്ങളില്ലേ? എന്റെ സങ്കടങ്ങൾക്ക് ഒരു അറുതിയില്ലെന്ന് പലപ്പോഴും ദൈവത്തോട് ചോദിച്ച സമയങ്ങളില്ലെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒന്നുമില്ല, എന്നാൽ ദൈവം ഇടം വരെ കൊണ്ടുവന്നു. ആമേൻ, സ്തോത്രം. നിന്നതല്ല ദൈവം നിർത്തിയതാ, നടന്നതല്ല ദൈവം നടത്തിയതാ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആഗ്രഹിച്ചതിന് നിനച്ചതിന് ഉപരിയായി കൂട്ടുകാരി പരമായി ആനന്ദം കൊണ്ട് ദൈവം അഭിഷേകം ചെയ്ത അവസ്ഥകൾ ജീവിതത്തിലെന്ന് ദൈവാത്മാവ് ചോദിക്കുക.
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് വീണ്ടും ദൈവസന്നിധി കരഞ്ഞോ, പ്രാർത്ഥിച്ചോ. ദൈവം ചില അത്ഭുതങ്ങൾ ആ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോകട്ടോ. ഇടുക്കങ്ങളും ഞെരുക്കങ്ങളും വേദനകളും ഭാരങ്ങളും എല്ലാം ദൈവം മാറ്റിത്തരും. ആമേ പലപ്പോഴും ആമേൻ സ്തോത്രം നെഞ്ചത്ത് കൈവച്ച് ദൈവത്തോട് ചോദിക്കുന്നില്ലേ, അപ്പാ ഞാൻ നിന്നെ സേവിക്കാൻ ഇറങ്ങിയതാപ്പാ, ആമേൻ സ്തോത്രം എന്റെ അവസ്ഥയ്ക്ക് ഒരു ഭേദമില്ലേ എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ പ്രിയ ദൈവത്തിന്റെ അഭിഷക്ത ദാസന് ദൈവം ചില പ്രവൃത്തികള് വെളിപ്പെടുത്താൻ പോകട്ടോ. ജീവബാബാ ദിവൽവൈഡോ ദുബൽവൈഡോ ജുബൽവൈഡ ഏലിയാവ് കേട്ടോ ആകാബിന്റെ രഥത്തിന്റെ മുമ്പാകെ അരമുറുക്കി ഓടിയതുപോലെ ഈ ദിവസങ്ങളിൽ കേട്ടോ ഒരു വലിയ മഴയുടെ മുഴക്കം ആമേൻ എഴുതിയിട്ടോ. ഈ ദിവസങ്ങളിൽ ഈ 2024 അവസാനിക്കുന്ന മുമ്പ് തന്നെ ഒരു വലിയ മഴയുടെ മുഴക്കം കേൾക്കാൻ പോവാ. ദൈവത്തെ ഏൽപ്പിച്ചു കൊടുത്തോ, പ്രാർത്ഥിച്ചോ, കരഞ്ഞോ. അപ്പൻ ചില അത്ഭുതങ്ങൾ കൂടാരത്തിനകത്ത് ചെരെടുക്കാൻ പോവാ. പച്ചവെള്ളത്തെ ദൈവം വീഞ്ഞാക്കിയത്. ആമേൻ സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ദൈവം ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ആ കൂടാരത്തിനകത്ത് ചില ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പന്റെ കരയോട് ഇറങ്ങാൻ പോകട്ടോ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ജിബബാബാ ദിവൽവൈഡോ ദുബൽവൈഡോ ജുബൽവൈഡ ദുബബാബാ ദിവൽവൈഡോ ദുബൽവൈഡോ ജുബൽവൈഡ. വീണ്ടും ദൈവാത്മാവ് പറയുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആൻഡ് ബേബി പാസ്റ്ററോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കട്ടോ. ഉപവാസത്തിന്റെ കണ്ണുനീരിൽ എല്ലാം കടന്നു പോകുമ്പോൾ ചില ശോധനകള് ആമേൻ സ്തോത്രം, ചില വേദനകള്, ചില കണ്ണുനീരുകള് ആമേൻ ഹല്ലേലൂയ കടന്നു പോകുമ്പോൾ ഓർക്കുന്നുണ്ട്. കർത്താവേ ആമേൻ സ്തോത്രം ഉപവസിക്കുന്നുണ്ട്. ആമേൻ എന്ന ചില ശോധനകൾ ജീവിതത്തിലുണ്ട് ദൈവദാസനെ. ആമേൻ ഹല്ലേലൂയ. പൊന്നുപോലെ ഒരു തിളങ്ങുന്ന മുത്താക്കി പുറത്തു കൊണ്ടുവരാൻ പോകട്ടോ. ഒത്തിരി വേദന, ഒത്തിരി കഷ്ടത, പല വാക്കുകള്, കുത്തുവാക്കുകൾ ഒക്കെ കേട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്ത ദാസനെ പലപ്പോഴും തീ ചൂളയ്ക്കകത്ത് ഇറങ്ങിയതുപോലെ ആമേൻ ഹല്ലേലൂയ മുൾത്തി പോലെ ആമേൻ വന്നതാ. പക്ഷെ ദൈവം അതിനെല്ലാം കെടുത്തിക്കളഞ്ഞതാ കേട്ടോ. പലപ്പോഴും ആമേൻ ശത്രു കേട്ടോ. ആമേൻ ഹല്ലേലൂയ. ജീവബാബ ദുബൽവൈഡോ ജിബൽവൈഡോ ദുബൽവൈഡ ശത്രു വായ അടപ്പിച്ചതാ കേട്ടോ. ആലിന്റെ ദൈവാത്മാവ് വീണ്ടും ഇടപെടും. ആ വാക്യം തന്നെ സിംഹത്തിന്റെ വായടപ്പിച്ച ദൈവം ആമേൻ വായ്ത്തലെ മടക്കിയ ദൈവം ആമേൻ സ്തോത്രം. തീയുടെ ബലത്തെ കെടുത്തിയ ദൈവം ഈ ദിവസങ്ങളിൽ കൊണ്ടോ ഹല്ലേലൂയ പലരും നോക്കുന്നുണ്ട് കേട്ടോ. ആമേൻ ചില അന്യാരാമന ശക്തികളെ പോലും അഴിച്ചു വിട്ടിട്ട് കോറി ദൈവദാസന്റെ ശുശ്രൂഷയെ പോലും ആമേൻ ഹല്ലേലൂയ അത് ക്യാൻസലാക്കി കളയത്തക്ക വിധത്തിൽ ആമേൻ സ്തോത്രം. ആമേൻ ചില പ്രവർത്തികൾ ശത്രു നോക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ അതിന്റെ മധ്യത്തിൽ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഉപവസിക്കുന്ന ചില വിഷയങ്ങള്, പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങള്, കരയുന്ന ചില വിഷയങ്ങള് മരണത്തിന്റെ നീക്കുമോ പെക്കോവിക്കുള്ളതാകുന്നു. അതിനോടുകൂടി തന്നെ പോക്ക് വഴി ഒരുക്കുന്ന ദൈവം ഈ ദിവസങ്ങളിൽ ചില പ്രത്യേക ദൈവ പ്രവൃത്തി സ്ഥാനത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്ന ദൈവാത്മാവ് ഇടപെടുക. കഠിന വേദനകൾ ഉണ്ട് കേട്ടോ, ചില കഠിന ശോധനകൾ ഉണ്ട് കേട്ടോ. ആമേൻ. എന്നാൽ ഹല്ലേലൂയ ഈ രാത്രി ദൈവം കൃത്യമായി സംസാരിക്കാൻ പോവാ. ആമേൻ. ആ വചനം തന്നെ വീണ്ടും ആ വചനത്തിലേക്ക് ദൈവം തിരിച്ചു കൊണ്ടുപോവുക. ആമേൻ സ്തോത്രം. ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവം. ആമേൻ. ദൈവദാസന്റെ ഈ ദിവസങ്ങളിൽ കേട്ടോ ചില പ്രത്യാശയുടെ താഴ്വരകള്, ആഗോർ താഴ്വരകള്, മുന്തിരി തോട്ടങ്ങള് ആമേൻ ദാനമായി ദൈവം തരാൻ പോകട്ടോ. ചില അവകാശങ്ങൾ ദൈവം തരാൻ പോവാ. ദേശത്ത് ദൈവം ഉറപ്പിക്കാൻ പോകട്ടോ. ഒരിടത്ത് ഉറപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു ശത്രു വാദിച്ച് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ചില പ്രവൃത്തി കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ പോവാ. ചില ദേശത്ത് ഹല്ലേലൂയ ഉറപ്പിക്കാൻ പോകട്ടോ. ചില അഭിഷക്തന്മാരുടെ മുൻനിരയിലേക്ക് ദൈവത്തിന്റെ അഭിഷക്ത ദാസന്റെ പേര് വരുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ. ചില പ്രത്യേക കോളിങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു വരും കേട്ടോ. ആമേൻ. ഇതുവരെ ശുശ്രൂഷ ചെയ്തിട്ടില്ലാത്ത ചില മണ്ഡലങ്ങളിലേക്ക് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോകാൻ പോവാ. ചില കൃപാവരം പകരുവാൻ വേണ്ടി മാത്രമായിട്ടാണ് ദൈവ ദിവസങ്ങളിൽ ഈ 40 days ദൈവം ഇരുത്തിയേക്കുന്നത് കേട്ടോ. ദൈവത്തിന്റെ ചില പ്രത്യേക ആമേൻ ഫ്ലേവറായിട്ട് മാറാൻ പോവാ. എന്നോട് ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ അഭിഷക്ത ദാസന് ദൈവത്തിന്റെ ആമേൻ ഒരു ഫ്ലേവറായിട്ട് മാറാൻ പോവാ. ആമേൻ സ്തോത്രം. പലപ്പോഴും കണ്ണുനീരിന്റെ അനുഭവങ്ങള്, വേദനകള്, എത്ര സ്നേഹിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്ത് എത്ര വിടുതൽ അവർ പ്രാപിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവർ തിരിഞ്ഞു നിന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷക്ത ദാസന് ചില വാക്ക് കേട്ട് ഗോറി ഏലിയാവ് വേദനിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ വേദനിച്ച ഒരു ചൂര ചെടിയുടെ തണലിൻ അരികിൽ
അരികിൽ ഇരിക്കുന്ന പോലെ പലപ്പോഴും ദാസനെ ആ ചൂരച്ചെടൽ തടലിൽ അരികിലിരിക്കുന്ന അനുഭവങ്ങള്, ആ മുള്ള് ആമേൻ ഹല്ലേലൂയ ദേഹത്ത് കൊണ്ട് കയറുമ്പോൾ ഏലിയാവ് എന്തുമാത്രം വേദനിച്ചു കാണും. അതുപോലെ ചില മുള്ളിന്റെ ഇടയിൽ കൂടാ കടന്നു പോകുന്നത്. എന്നാൽ ആമേൻ ആ മുള്ള ഉത്തമഗീതത്തിൽ പറഞ്ഞ പോലെ ആ മുള്ളിനിടയിൽ നിന്നും ആ താമര ആമേൻ ആ റോസാ പുഷ്പ അല്ലെ താമരയെ പുറത്തു കൊണ്ടുവന്ന് ശ്രേഷ്ഠമാക്കിയതുപോലെ ദൈവം ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠയുടെ പന്താവിലേക്ക് ദൈവം കൊണ്ടുപോകുവാന്ന് ദൈവാത്മാവ് ഇടപെടുക. ചില യാത്രകളുണ്ട് കേട്ടോ, അതിനുവേണ്ടി എല്ലാം ഒരുങ്ങിക്കോണം ദിവസങ്ങളിൽ. ആമേൻ ഹല്ലേലൂയ. അതിനോട് ചേർന്ന് തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുക കേട്ടോ. അബ്രഹാം അതിരാവിലെ ആമേൻ ഹല്ലേലൂയ കഴുതയ്ക്ക് കോപ്പിട്ടിട്ട് ആമേൻ ഇസഹാക്കിനെയും കൊണ്ട് പോയതുപോലെ യാത്ര ചെയ്ത പോലെ ഈ ദിവസങ്ങളിൽ ചില ദൂരെ യാത്രകള് ദൈവം ഒരുക്കാൻ പോകട്ടോ. അതിന്റെയൊക്കെ വേദനകളാ, ശോഭനകളാ, കണ്ണുനീരാകട്ടോ. ഇതൊക്കെ ആമേൻ ഇതെല്ലാം മാറിപ്പോകുന്ന ഒരു അവസ്ഥ. ആമേൻ ഈ വേദന കുശവന്റെ കയ്യില് കളിമണ്ണ് പോലെ. ആമേൻ സ്തോത്രം. വീണ്ടും വീണ്ടും ആ വചനം കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗിൽ അവന്നെ പറഞ്ഞതാ. ദൈവാത്മാ വീണ്ടും തന്നെ സംസാരിക്കുക. ആമേൻ കുഴയ്ക്കുമ്പോഴും ആമേൻ അത് ആ തീയിലേക്ക് എടുത്തു വയ്ക്കുമ്പോഴും ആ പാത്രം ഒരു ആമേൻ പുത്തൻ പാത്രമായി പുറത്തു വരുമ്പോൾ ഒരുപാട് പ്രോസസ്സിൽ കൂടി ആ പാത്രം കടന്നുപോയി. അത് പറയുന്നുണ്ട്, എന്നെ മതി കുഴിച്ചത്, എന്നെ മതി ചവിട്ടിയത്, എന്നെ തീക്കകത്ത് വെച്ചത് മതി, ഞാൻ വെന്തു. എന്നാൽ കുശവൻ അതിനൊരു കണക്കുണ്ട്. ആമേൻ ആ കണക്കിന് പ്രകാരം മാത്രമേ ആ പാത്രം പുറത്തു കൊണ്ടുവന്ന പോലെ ഹാലലിയ ദൈവത്തിന്റെ അഭിഷേക ദാസന് ഈ ദിവസങ്ങളിൽ ആമേൻ ഒരു ആമേൻ ഹാലലിയ ഒരു തീച്ചുളയ്ക്കകത്തേക്ക് ഒരു പാത്രത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന പോലെ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവ ചില പ്രവൃത്തികളെ ചെയ്യാൻ പോകട്ടോ. ആമേ ചില കൃപാവരങ്ങൾ പകരാൻ പോവാ. ഒരു പുത്തൻ അഭിഷേകത്തോടെ, ഒരു പുത്തൻ കൃപയോടെ, കൃപാവരത്തോടെ ഈ ദിവസങ്ങളിൽ ദൈവം ദേശത്ത് എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ അഭിഷേക ദാസനെ ആമേൻ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്തുനിന്നും ആമേൻ സ്തോത്രം ഹല്ലേലൂയ വേറൊരു ആമേൻ വയലിലേക്ക് കുറ്റി മാറ്റി അടിക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. വേറൊരു വേലസ്ഥലത്തേക്ക് ദൈവം അയക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുക. ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവസന്ധി പ്രാർത്ഥിച്ചോ, ദൈവസന്ധി കരഞ്ഞോ, ദൈവത്തിന്റെ ചില പ്രവൃത്തി ആമേൻ ഹല്ലേലൂയ വെളിപ്പെടുത്താൻ പോവാ. ചില പുതിയ പുതിയ വേലസ്ഥലങ്ങളെ ദൈവം തരാൻ പോവാ. ചിലർ വിളിക്കും. ആമേൻ സ്തോത്രം. ദൈവദാസനെ ഇവിടെ വരാമോ, ഇവിടെ വന്ന് കർത്താവിന്റെ വേലയ്ക്കായി വേല ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ചില അഭിഷക്ത ദാസന്മാരുടെ കോളിങ്ങൾ കടന്നു വരും. അതിനായി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ, ദൈവം ചില അത്ഭുതങ്ങളെ ആമേൻ ദിവസങ്ങളിൽ ചെയ്തെടുക്കുമെന്ന് ദൈവാത്മാവ് ഇടപെടുന്നു. നമ്മുടെ കുറിവാക്യം ഒന്നും ആരും മറന്നുപോലെ കേട്ടോ. ആ വചനമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചോണേ. ദാവീദ് എങ്ങനെയാ പ്രാർത്ഥിച്ചത്? എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമല്ലണമേ, ഞാൻ ഞെരുക്കത്തിനപ്പോ നീ എനിക്ക് വിശാലത വരുത്തി, എന്നോട് കൃപ തോന്നി എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. മോശയെ പ്രവൃത്തിക്കൊണ്ട് വീണ്ടും അങ്ങനെ പറയുന്നത്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി കൃത്യമായി സംസാരിക്കുന്ന ദൈവം. ആമേൻ ഹല്ലേലൂയ. ആരൊക്കെ ദൈവസന്നിധി ആമേ എന്റെ ദൈവമേ, എന്റെ ദൈവത്തിന്റെ സന്നിധി ഞാൻ മുട്ടുമടക്കാ കർത്താവേ. അപ്പ പ്രത്യാശയുടെ താഴ്വരയായ ആ താഴ്വരകളെ, മുന്തിരിത്തോട്ടങ്ങളെ അപ്പൻ എനിക്ക് തരണമേ എന്ന് ആര് ദൈവസന്നിധി കരയുന്നുണ്ടോ, ആര് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ടോ, അവർക്ക് വേണ്ടി ഈ രാത്രികാലം എന്റെ ദൈവത്തിന്റെ കരം ചലിക്കുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ഇടപെടുക. ഈ ദിവസങ്ങളിൽ ശക്തമായി ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചു തന്ന ഹല്ലേലൂയ ദൈവത്തിന്റെ അഭിഷേക ദാസൻ അനി ബേബി പാസ്റ്ററോടും അനിൽ ജോർജ് പാസ്റ്ററോടും ഈ മീറ്റിംഗിലായിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരോടും അഭിഷേക ദാസിമാരോട് എല്ലാ ദൈവജനത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസി ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന ഐശ്വര്യമായി വചനം അറിയിക്കുകയും ദൈവിക ശബ്ദങ്ങൾ അറിയിക്കുകയും ചെയ്ത കർത്താവിന്റെ ദാസിയോടുള്ള ഹൃദയംഗമായ ധന്യയും ആമേ നന്ദിയും ആമേ സ്നേഹവും പ്രകാശിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസി ദൈവം ധാരാളമായി അനുഗ്രഹിക്കേണ്ട. പ്രത്യേക 21 ദിവസം ഫുൾ ഉപവാസത്തോടെ ദൈവദാസി ആയിരിക്കുന്നല്ലോ. ആമേൻ. ദൈവദാസി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രത്യേക ആമേ സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ദാസൻ അനുഭവിപ്പാസ് 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഈ മീറ്റിംഗിൽ ആമേ പങ്കെടുത്ത എല്ലാ ദൈവജനത്തിനും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേക അടുത്ത വെള്ളിയാഴ്ച ആമേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ അഭിഷേകം നമുക്ക് പിന്നെ കാണാം. ആമേൻ. മാസത്തിന്റെ അവസാനങ്ങളിൽ ആമേൻ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ഉപവാസ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥനയോടെ സംബന്ധിക്കണമേ. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചാട്ടെ. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രാർത്ഥിച്ച് ആമേൻ ആശീർവാദത്തോടെ നമുക്ക് പിരിയാമല്ലോ. ആശീർവാദം കഴിയാതെ ആരും പിരിഞ്ഞു പോകരുതേ. ആശീർവാദം. കർത്താവും ദൈവമായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായിട്ട് ഞങ്ങൾ നീ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.
കർത്താവെ, നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് കർത്താവിനെയും ക്രമീകരിച്ചുവാൻ കർത്താവിലേക്ക് എല്ലാ അവകാശത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസനെ കുടുംബമായിട്ട് അൻവേരി ഭാഷയെ കുടുംബമായിട്ട് ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും. സ്വർഗം അനുഗ്രഹിച്ച് ആദരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ആവശ്യമായ ബലം ശക്തിയും പകർന്ന ഈ തലമുറയിൽ അവിടെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ ശുശ്രൂഷയ്ക്ക് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന കർത്താവെ അനിൽ ജോർജ് ഭാഷയെ ഓർത്ത് പ്രാർത്ഥിക്കും. തന്റെ ശുശ്രൂഷകളെ കർത്താവെ കുടുംബങ്ങളെ കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്ന രാത്രി വചനം ശുശ്രൂഷ കർത്താവിന്റെ ദാസിക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ വലിയ വിടുതലുകളെ ദയമായി ഹല്ലേലൂയ വലിയ വിടുതലുകൾ കർത്താവ് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. അത്ഭുതകരമായ ദൈവത്തിന്റെ ഇടപെടലുകളെ വെളിപ്പെടുത്തി സഹായിച്ചാട്ടെ. കർത്താവേ, ശക്തിയോടെ വചനം ശുശ്രൂഷിപ്പാൻ കൃപ ചെയ്തല്ലോ. കർത്താവിന്റെ ദാസി ഉപവാസത്തോടെ ആയിരിക്കുന്നു അറിയുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്ത് പിന്നെയും ശക്തമായിട്ട് കർത്താവ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി മീറ്റിംഗ് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, തളർന്നു പോകാതെ വണ്ണം, ക്ഷീണിച്ചു പോകാതെ വണ്ണം, മന്ദീഭവിച്ചു പോകാതെ വണ്ണം ക്രിസ്തുവിൽ ഓരോ ദിവസം ബലപ്പെട്ട് ദൈവരാജ്യത്തോട് അടുത്തു വരേണ്ടതിന് സ്വർഗീയ കരങ്ങൾ കൂടെ ഇരുന്ന് ബലപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പാട്ടുകൾ പാടിയ പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിച്ചാട്ട്. ഹല്ലേലൂയ. അത്ഭുതങ്ങളെ ചെയ്താട്ട് സകല മഹത്വം സകല പുകഴ്ചയും പങ്കെടുക്കും. പ്രാർത്ഥനയാചന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ പിതാവേ, ആമേൻ. ആശീർവാദം കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സംസർസകവാസം നിരാതെ നമ്മുടെ മേലും ഈ ഉപവാസ പ്രാർത്ഥനയുടെ മേലും യേശു ക്രിസ്തുവിന്റെ മേഘ പ്രത്യക്ഷത വരെ കാലവസനത്തോളം ഉണ്ടാകുമാറാകട്ടെ. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മകത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. ദാസനെ ഒത്തിരി നന്ദി. പ്രാർത്ഥിച്ച് സഹകരിച്ചതിനുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ആൻഡ്രിയോഡ് ബ്ലൂഡർ എന്ന ആ സഹോദരി ഒന്ന് ശ്രദ്ധിക്കണേ. പലവട്ടം മീറ്റിംഗില് ആ ഓഡിയോ ഓൺ ആയി പോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ആമേൻ. ശുശ്രൂഷിക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ തടസ്സമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.